ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ വർഗവും വർഗമൂലവും എന്ന ചാപ്റ്ററിന്റെ മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2021 തുടക്കം മുതൽ ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓൾറെഡി നമ്മൾ വർഗം എന്താണ്, വർഗമൂലം എന്താണെന്നുള്ള ക്ലാസ്സുകൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അതിന്റെ മുൻവർഷ ചോദ്യങ്ങൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാവരും കറക്റ്റ് ക്ലാസ് കണ്ട് ഫോളോ ചെയ്തോണം. ഓരോ ചോദ്യങ്ങളായിട്ട് നമ്മുടെ PYQ ബുക്കിൽ എഴുതി വെച്ചോണം. അങ്ങനെ ഏകദേശം 50-58 ചോദ്യങ്ങളോളം ഉണ്ട്. അപ്പൊ ഇത്രയും നേരം നമുക്ക് കിട്ടിയ ക്ലാസിന്റെ കൂടെ ഈ 58 പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് കഴിയുമ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ പുലികളാകും. ശരിയല്ലേ മക്കളെ? അപ്പൊ പഠിത്തം നല്ല ഉഷാറായിട്ട് മുന്നോട്ട് പോട്ടെ. ഓരോ ചോദ്യങ്ങളായിട്ട് ഞാൻ പറയുന്നുണ്ട്, അതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. ചോദ്യം എഴുതി ചെയ്തു പോയി നോട്ടിൽ ക്ലിയർ ആക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യനെ ടോപ്പ് 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ പ്ലസ് 2⁴ ഇൻറ്റു 5 സ്ക്വയറിൻ്റെ വില എത്രയാണെന്ന ചോദ്യം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. റൂട്ട് ഓഫ് 3 സ്ക്വയർ അല്ലേ, 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ ഓക്കെ പ്ലസ് 2⁴ ഇൻറ്റു 5 സ്ക്വയർ, ഇങ്ങനെയല്ലേ മക്കളെ? ഓക്കെ, നമുക്ക് ഓരോന്നിൻ്റെ വില അങ്ങ് എഴുതിയാലോ. റൂട്ട് അങ്ങനെ തന്നെ ഇട്ടു. 3ൻ്റെ സ്ക്വയർ 9 ആണ്, 5ൻ്റെ സ്ക്വയർ 25 ശരി. പ്ലസ് നമുക്കറിയാം 2⁴ 16 5ൻ്റെ സ്ക്വയർ 25. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് ആര് കിടപ്പുണ്ട്? ഇവിടെ ഒരു 25 ഇവിടെ ഒരു 25 25 കോമൺ ആയതുകൊണ്ട് നമ്മൾ 25നെ അങ്ങ് പുറത്തെടുക്കുവാണ്. 25നെ പുറത്തെടുത്താൽ ബാക്കി ഈ സൈഡിൽ ഇവിടെ എന്തുണ്ട്? ഒരു 9 ബാക്കിയുണ്ട്, ശരിയാണോ? 9 പ്ലസ് ഈ സൈഡിൽ എന്ത് ബാക്കിയുണ്ട്? ഒരു 16 ബാക്കിയുണ്ട്, ശരിയാണോ? 16 ഇങ്ങനെ വരും അല്ലേ? അപ്പം ഞാൻ എടുത്ത് എഴുതുവാണെങ്കിൽ റൂട്ട് ഓഫ് 25 ഇൻറ്റു 25 എന്ന് വരും അല്ലേ? റൂട്ട് ഓഫ് 625 എന്ന് പറഞ്ഞാൽ എത്രയാ? 25 അല്ലേ ആൻസർ? സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് മക്കളെ, 25. 25 ഇൻറ്റു 25 625, റൂട്ട് 625 എന്ന് പറഞ്ഞാൽ 25. ചെയ്ത മെത്തേഡ് ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയട്ടെ. ഞാൻ ആദ്യം ഓരോന്നിൻ്റെയും വില എഴുതി. ഇതിൻ്റെ വിലയാണിത്, ഇതിൻ്റെ വിലയാണിത്, ഇതിൻ്റെ വിലയാണിത്, ഇതിൻ്റെ വിലയാണിത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ടേമിലും 25 കോമണാണ്. 25 പുറത്തെടുത്തു. ബാക്കി ഇവിടെ 9 ഉണ്ട്, പ്ലസ് ചിഹ്നം ഈ പ്ലസ് ആണ്. ഇവിടെ 16 ഉണ്ട്, ആ 16 ഇട്ടു അല്ലേ? ഇനി ഇത് കൂട്ടി, ഇത് 25 ഇൻറ്റു ഇത് എത്രയാണ്? 25. അതാണ് 25 ഇൻറ്റു 25, അത് 625 അല്ലേ? റൂട്ട് 625 എത്രയാ? 25. മനസ്സിലായല്ലോ? ഓക്കെ, മുന്നോട്ട് വരാം. അടുത്ത ചോദ്യം മക്കളെ, ചോദ്യം ഇതാണ്. റൂട്ട് എക്സ് ഓക്കെ പ്ലസ് റൂട്ട് 49 ഈക്വൽ ടു 82 തന്നിട്ടുണ്ട്. എക്സ് കാണണം. അപ്പോൾ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് 49 7 ഈക്വൽ ടു 82 കിട്ടും അല്ലേ? അപ്പോൾ റൂട്ട് എക്സിൻ്റെ വില 7 അപ്പർ സൈഡിലേക്ക് പോകുമ്പോൾ 82 - 7 75 കിട്ടും അല്ലേ? അപ്പം എക്സ് എന്ന സംഖ്യയുടെ റൂട്ട് എടുക്കുമ്പോഴാണ് 75 കിട്ടുന്നത്, ആണോ? അപ്പോൾ അതിൻ്റെ അർത്ഥം 75ൻ്റെ സ്ക്വയറാണ് ഈ എക്സ് എന്ന് പറയുന്നത് അല്ലേ? എക്സ് എന്ന സംഖ്യയുടെ റൂട്ട് എടുക്കുമ്പോൾ 75 കിട്ടുമെങ്കിൽ 75ൻ്റെ സ്ക്വയർ ഏതാണോ അതാണ് അകത്ത് കിടക്കുന്നത്. അപ്പം 75ൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി മക്കളെ. 75ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്താ എളുപ്പമാർഗം? 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ കാണാൻ ആദ്യത്തെ സംഖ്യ ഏതാണെന്ന് നോക്കുക. 7 അല്ലേ ആദ്യത്തെ സംഖ്യ? 7 കഴിഞ്ഞ് വരുന്ന കോൺസിക്യൂട്ടീവ് നമ്പർ 8 അല്ലേ? 7 8 56. അതിൻ്റെ കൂടെ 25 ചേർത്ത് എഴുതിയാൽ മതി. ഇതാണ് 5ൽ അവസാനിക്കുന്നതിൻ്റെ സ്ക്വയർ കാണാനുള്ള മാർഗം. ഒന്നുകൂടെ പറയട്ടെ. ഏതൊരു സംഖ്യ 5ൽ അവസാനിക്കുന്നെങ്കിൽ അതിൻ്റെ സ്ക്വയർ കാണാൻ അതിൻ്റെ ആദ്യത്തെ അക്കം ഏതാണെന്ന് നോക്കുക. ഇവിടെ ആദ്യത്തെ അക്കം 7. ആ അക്കവും അത് കഴിഞ്ഞ് വരുന്ന അക്കവും കൂടെ ഗുണിക്കുക. 7 കഴിഞ്ഞ് വരുന്ന അക്കം 8. 7 8 കൂടെ ഗുണിച്ചു 56. ഓക്കെ അല്ലേ? അതിൻ്റെ അവസാനം 25നെ ചേർത്ത് എഴുതുക. 56 25 ഉത്തരം. വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ മക്കളെ 55ൻ്റെ സ്ക്വയർ കാണണം. നമ്മളിപ്പോൾ ചെയ്തതുപോലെ ആദ്യത്തെ സംഖ്യ നോക്കുക 5.
5 കഴിഞ്ഞ് വരുന്ന കോൺസിക്യൂട്ടീവ് നമ്പർ 6 അല്ലേ, 5ഉം 6 കൂടെ ഗുണിക്കുക, 6 5 30, അതിൻ്റെ കൂടെ 25 ചേർത്ത് എഴുതുക. കണ്ടോ, ഇതാണ് ടെക്നിക്ക്. അപ്പം 75ൻ്റെ സ്ക്വയർ നമുക്ക് എത്ര കിട്ടി? 56 25. അതായത് റൂട്ട് ഓഫ് 56 25 എത്ര? 75. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്തെ സംഖ്യ ഏതാ മക്കളെ? 56 25. ഓപ്ഷൻ ഏത് കിട്ടും നമുക്ക്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ചെറിയൊരു സംശയം വന്ന് കാണും അല്ലേ? റൂട്ട് എക്സ് ആണ് 75, അതിൽ സംശയമില്ല അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ എക്സ് എന്ന് പറയുന്നത് 75ൻ്റെ സ്ക്വയർ ആവണ്ടേ, എന്നാലല്ലേ അതിന് റൂട്ട് എടുക്കുമ്പോൾ 75 കിട്ടത്തുള്ളൂ. 75ൻ്റെ സ്ക്വയർ കാണാനുള്ള എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞു, ഇതാണ് 75ൻ്റെ സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് 56 25 ചെയ്യുമ്പോൾ 75 കിട്ടണേ. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്തെ വില ഏതാ? 56 25 അല്ലേ മക്കളെ? ശരി, മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം നല്ല ചോദ്യമാണ്. റൂട്ട് ഓഫ് 2/2 ഹോൾ സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു 2⁻⁻1 പ്ലസ് 210 ഹോൾ റേസ്റ്റ് 1/2. മക്കളെ, ഈ റൂൾ ഒന്ന് ഓർത്തിരിക്കുക. a⁻m ഓൾ റേസ് ടു എൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. എന്താ? a⁻m ആണ്. a⁻m ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ a⁻m ആണ്. ഇങ്ങനെ വന്നാൽ, അതായത് പവറിൻ്റെ മുകളിൽ പവർ വന്നാൽ ഇവന്മാരെ തമ്മിലങ്ങ് ഗുണിക്കണം. പവറിൻ്റെ മുകളിൽ പവർ വന്നാൽ ഇവന്മാരെ തമ്മിലങ്ങ് ഗുണിക്കുന്നതായിരിക്കും ഉത്തരം. ഓക്കെ, അപ്പോൾ ഇതെത്രയാണ് മക്കളെ? ഞാൻ റൂട്ട് അതേപടി എഴുതിയേ. എസ്. ഇനി നിങ്ങൾ പറ, 2/2 ഓൾ റേസ് ടു 2 ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? പവറിൻ്റെ മുകളിൽ പവർ വന്നാൽ തമ്മിൽ ഗുണിക്കണം. അത് 2⁴ അല്ലേ? 2⁴ ആണ്. പ്ലസ് ഓക്കെ 2 ഇൻറ്റു മക്കളെ 2⁻⁻1 എന്ന് പറഞ്ഞാൽ 1/2 എന്ന അർത്ഥം. അതായത് പവറിൻ്റെ മൈനസ് കളയാൻ താഴേക്കാക്കി എഴുതിയാൽ മതി. ഇപ്പോൾ വേറെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ 7⁻³ എനിക്ക് 1/7⁻³ എന്ന് എഴുതാം. പവറിൻ്റെ മൈനസ് കളയാൻ 1/നാക്കി എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ 2⁻⁻1 എന്ന് പറഞ്ഞാൽ 1/2 ആണ് മക്കളെ. കണ്ടോ? പ്ലസ് ഇനി നമുക്കറിയാം, ഇവിടെ നോക്കിക്കേ, പവറിൻ്റെ മുകളിൽ പവർ a⁻m ഓൾ റേസ് ടു n അങ്ങനെ വന്നാൽ പവറുകൾ തമ്മിൽ ഗുണിക്കണം. 10 ഇൻറ്റു ആരാ? എത്രയാ? 5 അല്ലേ? ആൻസർ 2⁵ എന്ന് വരും. 2⁵. കണ്ടോ? 2⁻10 ഓൾ റേസ് ടു 1/2 അല്ലേ? ഇവന്മാരെ 10 ഇൻറ്റു ആരാ ഗുണിക്കുമ്പോൾ 5 എന്നല്ലേ കിട്ടുന്നത്? കണ്ടോ? ഇനി ഓരോന്നിൻ്റെ വില എഴുതിക്കുക. 2⁻4 എത്രയാ? 16 ആണ്. ഓക്കെ, പ്ലസ് 2 ഇൻറ്റു 1/2 2 2 വെട്ടിപ്പോവും 1 കിട്ടും. പ്ലസ് 2⁵ എന്ന് പറഞ്ഞാൽ 32 ആണ്. ഓക്കെ, റൂട്ട് 49 എന്ന് കിട്ടും എല്ലാം കൂടെ കൂട്ടുമ്പം. ചോദ്യത്തിൻ്റെ ആൻസർ 7 എന്ന് കിട്ടും. യെസ്, ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ശരി, അടുത്ത ചോദ്യം. തന്നിരിക്കുന്നവയിൽ ഗുണനഫലം എണ്ണൽ സംഖ്യകൾ വരുന്ന ജോഡികൾ കണ്ടുപിടിക്കണം. ഗുണനഫലം എണ്ണൽ സംഖ്യ ആയിരിക്കണം. ഓക്കെ, ഓരോന്നായിട്ട് ചെയ്യാം. ഒന്നാമത്തേത് ചെയ്ത് നോക്കാം. ഗുണനഫലം എണ്ണൽ സംഖ്യ കിട്ടുമോയെന്ന്. റൂട്ട് ഓഫ് 0.8 ഇൻറ്റു റൂട്ട് 20 എന്നാണ്. ആണോ മക്കളെ? ഇവന്മാരെ ഒറ്റ റൂട്ടിലേക്കാക്കുന്നതിന് തെറ്റില്ല. അപ്പോൾ റൂട്ട് ഓഫ് 0.8 ഇൻറ്റു 20 എന്നാവും. ശരിയല്ലേ? നമുക്കറിയാം, ദശാംശസംഖ്യകൾ ഗുണിക്കാൻ ചെയ്യേണ്ടത് ആദ്യം വെറുതെ സംഖ്യകൾ എഴുതിയിട്ട് ഗുണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് എത്ര ദശാംശ സ്ഥാനമുണ്ടോ അത് ഉത്തരത്തിലേക്ക് ഇടുക. ഞാൻ 0.8 ഈ സ്റ്റെപ്പ് ചെയ്യാൻ പോവാണേ. ഈ സ്റ്റെപ്പ് ചെയ്യാൻ പോവാണേ. 0.8 എനിക്ക് 0.8 ഇൻറ്റു 20 ചെയ്യണം. അതിന് ഞാൻ ആദ്യം ചെയ്യുന്നത് പോയിൻ്റ് കളഞ്ഞെഴുതി. അപ്പോൾ 8 ഇൻറ്റു 20 എന്നായി. അതെനിക്ക് 160 ആണെന്നറിയാം. ഇനി ചോദ്യത്തിൽ എത്ര പോയിൻ്റ് ഉണ്ടെന്ന് നോക്കുക. ചോദ്യത്തിൽ ഒരു പോയിൻ്റേ ഉള്ളൂ. ഉത്തരത്തിൽ ഒരു പോയിൻ്റ് ഇടുക. അപ്പോൾ ഇവിടെ പോയിൻ്റ് വരും. അതായത് 16 എന്ന് കിട്ടും ഇതിൻ്റെ ഉത്തരം. റൂട്ടുണ്ട്, റൂട്ടിൻ്റെ കാര്യം മറക്കരുത്. റൂട്ട് 16, ഇതിൻ്റെ ഉത്തരം 4 എന്ന് കിട്ടി. അതായത് ഈ ഓപ്ഷൻ എയുടെ
ഗുണനഫലം ഒരു എണ്ണൽ സംഖ്യ ആണ്. ചെയ്തതൊന്നുകൂടെ പറയട്ടെ. √0.8 ഇൻറ്റു √20 അല്ലേ, ഇതിനെ ഒരുമിച്ച് ഒറ്റ റൂട്ടിൻ്റെ അകത്താക്കാം. അപ്പം 0.8 ഇൻറ്റു 20 എന്നാകും ആണല്ലോ. ഇനി ഞാൻ ഈ കാൽക്കുലേഷൻ മാത്രമാണ് ഈ താഴേക്ക് ചെയ്തേക്കുന്നത്. 0.8 ഇൻറ്റു 20 ഗുണിക്കാൻ, ദശാംശങ്ങൾ ഗുണിക്കാൻ ആദ്യം വെറുതെ അങ്ങ് ഗുണിക്കുക, ദശാംശം ഇല്ലാതെ. എന്നിട്ട് ചോദ്യത്തിൽ എത്ര പോയിൻ്റ് ഉണ്ടോ അത്രയും പോയിൻ്റ് ഉത്തരത്തിലേക്ക് ഇടുക. അതാണ് മാർഗം. ഓക്കെ, ഇവിടെ ചോദ്യത്തിൽ ഒരു പോയിൻ്റ്, ഉത്തരത്തിൽ ഒരു പോയിൻ്റ് ഇട്ടു. അപ്പോൾ 8 ഇൻറ്റു 20 160 ഒരു പോയിൻ്റ് ഉത്തരത്തിൽ ഇടുമ്പോൾ 16 എന്ന് കിട്ടും. ഇനി റൂട്ടുണ്ട്, റൂട്ടിട്ടില്ലായിരുന്നു നമ്മൾ. അപ്പോൾ √16 എന്ന് പറയുന്നത് 4 ശരി. രണ്ടാമത്തെ ചോദ്യം മക്കളെ, രണ്ടാമത്തേത് √0.8 ഇൻറ്റു √0.2. ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം. നമുക്ക് ഒറ്റ റൂട്ടിലേക്ക് ആക്കാമല്ലോ. 0.8 ഇൻറ്റു 0.2 ആണോ? ഈ സംഖ്യകൾ ചെയ്യുന്നതിന് എന്ത് ചെയ്യണം? ആദ്യം 0.8 ഇൻറ്റു 0.2 കാണാൻ പോയിൻ്റ് മാറ്റി ഗുണിക്കണം. 8 ഇൻറ്റു 2 16 എന്ന് കിട്ടി ആണോ? ചോദ്യത്തിൽ എത്ര പോയിൻ്റ് ഉണ്ടോ അത്രയും പോയിൻ്റ് ഉത്തരത്തിലേക്ക് ഇടണം. സോ 0.16 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ √0.16 എന്നാണ് കിട്ടുന്നത്. √0.16 എന്ന് പറഞ്ഞാൽ 0.4 എന്ന ഉത്തരം കിട്ടണേ. അതായത് √16 4, ചോദ്യത്തിൽ 2 പോയിൻ്റ്, ഉത്തരത്തിൽ 1 പോയിൻ്റ് ഇടണം. അതൊരു പൂർണ്ണസംഖ്യ അല്ല. അപ്പോൾ ഒന്നാമത്തേതാണ്, രണ്ടാമത്തേതല്ല. ഓക്കെ, ഒന്നുകൂടെ പറയട്ടെ ഞാനത്. ഓക്കെ, ബേസ് ഇല്ലാത്ത കുട്ടികൾക്കാണ് 0.8 ഇൻറ്റു 0.2 ഗുണിക്കണം. ഞാൻ ആദ്യം 0.8 ഇൻറ്റു 0.2 ഗുണിക്കാൻ 8 ഇൻറ്റു 2 ഗുണിച്ചു, 16 കിട്ടി. ചോദ്യത്തിൽ 1 2 പോയിൻ്റ് ഉണ്ട്, ഉത്തരത്തിൽ 2 പോയിൻ്റ് കിട്ടു. അപ്പം ഇത്രയത്തിൻ്റെ വില 0.16 ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 0.16 √0.16 എന്ന് പറഞ്ഞാൽ മക്കളെ, ദശാംശ സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് കാണാൻ ആദ്യം ദശാംശം ഇല്ലാതെ സ്ക്വയർ റൂട്ട് കാണുക. ദശാംശം ഇല്ലാതെ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ √16 4 കിട്ടും. ഇനി റൂട്ടിൻ്റെ അകത്ത് എത്ര പോയിൻ്റ് ഉണ്ടോ അതിൻ്റെ പകുതി ഉത്തരത്തിലേക്ക് ഇടണം. റൂട്ടിൻ്റെ അകത്ത് 2 പോയിൻ്റ്, ഉത്തരത്തിൽ 1 പോയിൻ്റ് ഇടണം. സോ 0.4 എന്നാണ് കിട്ടുന്നത്. അതൊരു എണ്ണൽ സംഖ്യ അല്ല. ശരി. മൂന്നാമത്തെ ചോദ്യം, √30 ഇൻറ്റു √1.2 ചെയ്യണം അല്ലേ. ആദ്യം ഒരുമിച്ചാക്കാമല്ലോ. √30 ഇൻറ്റു 1.2 അല്ലേ. ഇതിൽ ഇത് മാത്രമായിട്ട് ചെയ്യുവാണെങ്കിൽ ദശാംശസംഖ്യകൾ ഗുണിക്കാൻ 30 ഇൻറ്റു 1.2 ഗുണിക്കാൻ ആദ്യം ദശാംശം ഇല്ലാതെ എടുത്ത് എഴുതാം. 30 ഇൻറ്റു 12 നമുക്ക് 360 എന്ന് കിട്ടും. ചോദ്യത്തിൽ 1 പോയിൻ്റ്, ഉത്തരത്തിൽ 1 പോയിൻ്റ് ഇടുമ്പോൾ 36 എന്ന് കിട്ടും ആണോ? അപ്പോൾ ഇത് ഇങ്ങോട്ട് എടുത്ത് എഴുതുമ്പം √36 എന്ന് വരും. ഇതിൻ്റെ ഉത്തരം നമുക്ക് കറക്റ്റ് 6 എന്ന് കിട്ടും. അപ്പോൾ ഇതും ഒരു എണ്ണൽ സംഖ്യയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ നാലാമത്തെ ഓപ്ഷൻ നോക്കുവാണെങ്കിൽ, നാലാമത്തെ ഓപ്ഷൻ √0.08 ഇൻറ്റു √0.02 ആണ്. ഓക്കെ, ഒരുമിച്ചാക്കാം. √0.08 ഇൻറ്റു 0.02 അല്ലേ. അകത്തെ സ്റ്റെപ്പ് ചെയ്യുവാണെങ്കിൽ 0.08 ഇൻറ്റു 0.02 അല്ലേ. ആദ്യം 8 ഇൻറ്റു 2 എന്ന് എഴുതി, അത് നമുക്ക് 16 എന്ന് കിട്ടി. ചോദ്യത്തിൽ 2ഉം 2ഉം 4 ദശാംശ സ്ഥാനം, ഉത്തരത്തിൽ 4 ദശാംശ സ്ഥാനം ഇടണം. അപ്പോൾ 0.0016 എന്ന് വരും. അതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 0.0016ൻ്റെ ഉത്തരം 0.04 എന്നാണ് നമുക്ക് കിട്ടുന്നത്. കാരണം √16 4, റൂട്ടിൻ്റെ അകത്ത് 4 ദശാംശ സ്ഥാനം, ഉത്തരത്തിൽ 2 ദശാംശ സ്ഥാനം വരണം. അപ്പോൾ അതും എന്തല്ല, ഒരു എണ്ണൽ സംഖ്യയല്ല. അപ്പം ഒന്നാമത്തെ മൂന്നാമത്തെയാണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആവുന്നത്. ഓപ്ഷൻ സി 1ഉം 3ഉം ശരിയാണ്. അഞ്ചാമത്തെ ചോദ്യം, ശംഖുവിൻ്റെ വീട്ടിൽ കുറച്ച് പേരുണ്ട്. അപ്പോൾ ശംഖുവിൻ്റെ വീട്ടിലുള്ളവരുടെ എണ്ണം നമുക്ക് എക്സ് എന്ന് എടുക്കാം. വീട്ടിലുള്ളവരുടെ എണ്ണം എക്സ് എന്ന് എടുത്തു. ശംഖുവിൻ്റെ വീട്ടിൽ കുറച്ച് പേരുണ്ട്, അവരുടെ എണ്ണം എക്സ് എന്ന് എടുത്തു. അവരുടെ എണ്ണത്തിൻ്റെ വർഗത്തിൽ നിന്ന് 63 കുറച്ച് കിട്ടുന്ന സംഖ്യയുടെ വർഗ്ഗമൂലം കണ്ടാൽ. അപ്പോൾ ഇവരുടെ എണ്ണം എക്സ് ആണെങ്കിൽ എണ്ണത്തിൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ x². എണ്ണത്തിൻ്റെ വർഗ്ഗത്തിൽ നിന്ന് 63 കുറച്ച് കിട്ടുന്നതിൻ്റെ വർഗ്ഗമൂലം കണ്ടാൽ, സ്ക്വയർ റൂട്ട് കണ്ടാൽ വനിതകളുടെ എണ്ണം കിട്ടും. അത് 9 ആണ്. അപ്പം എണ്ണത്തിൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇത് വർഗ്ഗം സ്ക്വയർ, എണ്ണത്തിൻ്റെ വർഗ്ഗം ഇതാണ്. അതിൽ നിന്ന് 63 കുറച്ചു, അതിൻ്റെ വർഗ്ഗമൂലം കണ്ടെന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് കണ്ടു.
അപ്പോൾ 9 കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ മക്കളെ? ഇനി ഇത് മുന്നോട്ട് ചെയ്യണം. മുന്നോട്ട് ചെയ്യാൻ ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ്, ഞാൻ ഈ ഇടത് സൈഡും സ്ക്വയർ ചെയ്തു, വലത് സൈഡും സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ ഓർക്കുക, ഈ റൂട്ടിൻ്റെ മുകളിലായിട്ട് ഒരു സ്ക്വയർ വന്നാൽ ഇവന്മാർ ചേരില്ല, അടിച്ച് പിരിയും. അപ്പോൾ രണ്ടും കൂടെ ക്യാൻസലായി പോകും. അതിനു വേണ്ടിയാണ്, ക്യാൻസലാവാൻ വേണ്ടി ആക്ച്വലി സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ് ചെയ്ത്. അപ്പോൾ റൂട്ടും സ്ക്വയറും കൂടെ ക്യാൻസലായാൽ ബാക്കി എന്തുണ്ട്? x² - 63 ഉണ്ട്. ആണോ? ഇവിടെ 9ൻ്റെ സ്ക്വയർ 81 ഉണ്ട്. കണ്ടോ? അപ്പോൾ x² ഈ 81 + 63 വരും. അതായത് 144 എന്ന് കിട്ടും. x² 144 ആണെങ്കിൽ x √144 എന്ന് വരും. ഇതിൻ്റെ ഉത്തരം 12 എന്ന് കിട്ടും. അപ്പോൾ ആ കുടുംബത്തിലെ ആകെ ആളുകളുടെ എണ്ണം 12 ആണ് അല്ലേ? ഇനി ആൾക്കാരുടെ എണ്ണവും പുരുഷന്മാരുടെ എണ്ണവും എത്രയായിരിക്കും? ആകെ 12 പേരുണ്ട്. അതിൽ 9 പേര് സ്ത്രീകളാണ്. അപ്പോൾ 12 പേര് ആകെയുണ്ട്, 3 പേര് പുരുഷന്മാരുമുണ്ട്. 12 3 ആൻസർ. കാരണം ആകെ ആളുകളുടെ എണ്ണം 12. ഓക്കെ, അതിൽ 9 പേര് സ്ത്രീകളാണ്. അപ്പോൾ 3 പേര് പുരുഷന്മാരല്ലേ? അപ്പോൾ ആകെ എണ്ണവും പുരുഷന്മാരുടെ എണ്ണവും എത്ര എന്നാണ്? അപ്പോൾ 12 3 ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആവുന്നത്. ഒരു സംഖ്യയുടെ വർഗമൂലത്തെ 2 കൊണ്ട് ഗുണിച്ച് വർഗം കണ്ടപ്പോൾ 100 കിട്ടി എങ്കിൽ സംഖ്യ എത്രയാണ്? ചോദ്യം വ്യക്തമല്ലേ? ഒരു സംഖ്യയുടെ വർഗമൂലത്തെ, ഞാൻ ഒരു സംഖ്യ എക്സ് എന്നെടുത്തു. ഇതിൻ്റെ വർഗമൂലം എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് അല്ലേ? വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ, വർഗമൂലം എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട്. അപ്പോൾ ഒരു സംഖ്യയുടെ വർഗമൂലം എന്ന് പറഞ്ഞാൽ, ഒരു സംഖ്യ എക്സ് എന്നെടുത്തു, അതിൻ്റെ വർഗമൂലം എന്ന് പറഞ്ഞാൽ √x. ഇതിനെ 2 കൊണ്ട് ഗുണിച്ചു, എന്നിട്ട് വർഗം കണ്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാം കൂടെ സ്ക്വയർ കണ്ടു. അപ്പോൾ എത്ര കിട്ടി? 100 കിട്ടി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒന്നുകൂടെ ഞാൻ എഴുതാം, ശ്രദ്ധിച്ച് കേട്ടോ. ഒരു സംഖ്യ എക്സ് എന്നെടുത്തു, അതിൻ്റെ വർഗമൂലം എന്ന് പറഞ്ഞാൽ √x ആണ്. വർഗമൂലത്തെ 2 കൊണ്ട് ഗുണിച്ചു എന്ന് പറഞ്ഞാൽ √xനെ 2 കൊണ്ട് ഗുണിച്ചു എന്നാണ്. എന്നിട്ട് വർഗം കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ സ്ക്വയർ കണ്ടപ്പോൾ എത്ര കിട്ടി? 100 കിട്ടി. ഓക്കെ, ഇനി സോൾവ് ചെയ്യാൻ വേണ്ടി മക്കളെ ഈ സ്ക്വയർ 2 പേർക്കും വീതിച്ചു കൊടുക്കാം. അപ്പം √xനും സ്ക്വയർ ഇട്ടു അല്ലേ, 2നും സ്ക്വയർ ഇട്ടു, = 100 എന്ന് എഴുതി. ക്ലിയർ ആണല്ലോ? എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇങ്ങനെ വേണമെങ്കിൽ ഒരു റൂളായിട്ട് പറയാം. a × b all raised to n എന്ന് പറഞ്ഞാൽ a raised to n × b raised to n എന്ന് സെപ്പറേറ്റ് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കിയേ, റൂട്ടിന് മുകളിലല്ലേ സ്ക്വയർ കിടക്കുന്നത്? റൂട്ടിന് മുകളിൽ സ്ക്വയർ വന്നാലും സ്ക്വയറിന് മുകളിൽ റൂട്ട് വന്നാലും രണ്ടും ക്യാൻസലായി പോകും. അതായത് അതൊരു നിയമമായിട്ട് പറയാനാണെങ്കിൽ √x all സ്ക്വയർ എന്ന് പറഞ്ഞാൽ x ആണ്, x² all റൂട്ട് എന്ന് പറഞ്ഞാലും x ആണ്. കണ്ടോ? ശരി, അപ്പോൾ ഇവിടെ എത്ര വരും? x വരും അല്ലേ, ഇൻറ്റു 2ൻ്റെ സ്ക്വയർ 4 = 100 എന്ന് കിട്ടും അല്ലേ? അതിൽ നിന്ന് x കണ്ടുപിടിക്കാൻ 4 100ൻ്റെ താഴേക്ക് പോവും, 100/4 ആൻസർ 25 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് കുഞ്ഞുങ്ങളെ ആൻസർ. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം, √0.4 × √3.6 എത്ര? ഓക്കെ, √a × √b നമുക്ക് ഒരുമിച്ച് √a × b എന്ന് എഴുതാം. അതിന് തെറ്റില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് കിടക്കുന്നതിനെ ഇതുപോലെ സ്പ്ലിറ്റാക്കി എഴുതാം, അതിന് തെറ്റില്ല, അല്ലെങ്കിൽ അത് കറക്റ്റാണ്. അങ്ങനെ വരുമ്പം ഇത് സ്പ്ലിറ്റായിട്ട് കിടക്കുന്നതല്ലേ, ഞാൻ ഇതിനെ ഒരുമിച്ചാക്കാൻ പോവാം. അപ്പം 0.4 × 3.6 എന്ന് ഒരുമിച്ചാക്കി. കാരണം √a × √b മക്കളെ √a × b എന്നാക്കാം, എന്നെഴുതാം. ശരിയാണല്ലോ? ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്തത്, ഇനി ഞാൻ ഈ അകത്ത് കിടക്കുന്ന ഇതിനെ സോൾവ് ചെയ്യാൻ പോവാം. ഈ ദശാംശ സംഖ്യകൾ ഗുണിക്കുന്നത് അത് മാത്രമേ സോൾവ് ചെയ്യുന്നുള്ളൂ. ഇത് ഈ അകത്ത് കിടക്കുന്നത് മാത്രം. അപ്പം ഞാൻ റൂട്ട് അതേപടി എടുത്ത് എഴുതിയിട്ടുണ്ട്. ഈ അകത്ത് കിടക്കുന്ന ദശാംശ സംഖ്യകൾ ഗുണിക്കാനുള്ള റൂൾ എന്താ? ദശാംശ സംഖ്യകൾ ഗുണിക്കാൻ ആദ്യം സംഖ്യകൾ മാത്രം ഗുണിക്കുക. ഓക്കെ, അപ്പോൾ അത് ഗുണിച്ച് സൈഡിൽ ചെയ്യുവാണേ. ആദ്യം സംഖ്യകൾ മാത്രം ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 4 × 36 നമുക്കത് 144 എന്ന് കിട്ടും.
ഇനി എന്ത് ചെയ്യണം? ദശാംശങ്ങൾ ഗുണിക്കാൻ ആദ്യം സംഖ്യകൾ മാത്രം, ദശാംശം മാറ്റിയിട്ട് സംഖ്യകൾ മാത്രം ഗുണിക്കുക. 4ഉം 36ഉം ഗുണിച്ചപ്പോൾ 144 കിട്ടി. ഇനി ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ അത്രയും പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുക. ഇവിടെ ചോദ്യത്തിൽ 1 1 ആകെ 2 പോയിന്റ് ഉണ്ട്. 2 പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുമ്പോൾ 1.44 എന്ന് കിട്ടും. വ്യക്തമാണോ? അപ്പോൾ ദേ 0.4 × 3.6 എന്ന് പറഞ്ഞാൽ 1.44 ആണ് അല്ലേ? അപ്പം √1.44 കാണണം. ശരി, ദശാംശ സംഖ്യയുടെ റൂട്ട് കാണാൻ ആദ്യം ദശാംശം അങ്ങ് കളഞ്ഞിട്ട് റൂട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ √144 എന്ന് വരും, അത് 12 എന്ന് കിട്ടും. ഇനി ചോദ്യത്തിൽ എത്ര റൂട്ടുണ്ടോ അതിൻ്റെ പകുതി ഉത്തരത്തിലിടുക. ഇവിടെ ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ അതിൻ്റെ പകുതി ഉത്തരത്തിലിടുക. ഇവിടെ ചോദ്യത്തിൽ 2 പോയിന്റ് ഉണ്ട്, ഉത്തരത്തിൽ 1 പോയിന്റ് ഇടുക. ആൻസർ 1.2 ആണ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ഓക്കെ, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് √0.4 × 3.6 വിലയാണ്. ആദ്യം ഞാൻ ചെയ്തത് √a × √b എന്ന് പറഞ്ഞാൽ √a × b ആണ്. അപ്പം ഈ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന രണ്ടെണ്ണത്തെ ഒറ്റ റൂട്ടിൻ്റെ അകത്താക്കുന്നതിന് തെറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഈ 0.4 ഇതും കൂടെ ഒറ്റ റൂട്ടിൻ്റെ അകത്താക്കി. കണ്ടോ? അപ്പോൾ √0.4 × 3.6. ഇനി ഈ സ്റ്റെപ്പ് മാത്രം ചെയ്തു. ഈ സ്റ്റെപ്പ് ചെയ്തേക്കുന്ന ഈ കാണുന്നത് കണ്ടോ? 0.4 × 3.6 ദശാംശസംഖ്യകൾ ഗുണിക്കാൻ ആദ്യം ദശാംശം കളയുക, എന്നിട്ട് ഗുണിക്കുക. ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ അത്രയും പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുക. ചോദ്യത്തിൽ 2 പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുമ്പോൾ 1.44 എന്ന് കിട്ടും. ഇനി റൂട്ടിൻ്റെ അകത്ത് 1.44 എന്ന് എഴുതി. ഇനി നമ്മൾ ബേസിക് വീഡിയോയിൽ പഠിച്ചു ദശാംശ സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് കാണാൻ ആദ്യം ദശാംശം മാറ്റി സ്ക്വയർ റൂട്ട് കാണുക. അപ്പോൾ 12 കിട്ടി. ഇനി ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ, റൂട്ടിൻ്റെ അകത്ത് എത്ര പോയിന്റ് ഉണ്ടോ അതിൻ്റെ പകുതി ഉത്തരത്തിൽ ഇടുക. സോ ആൻസർ 1.2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? ആണ്. അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, കണ്ടോ, √15.08 പ്ലസ് √154 പ്ലസ് √225 അല്ലേ? ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം ആണ്. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം ഈ വലത് സൈഡിൽ നിന്ന് ഇടത്തോട്ട് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി അല്ലേ? ചെയ്യാൻ ഇങ്ങനെ എടുത്തെഴുതണമെന്നില്ല, എന്നാലും അറിയത്തില്ലാത്തവർക്ക് വേണ്ടി എടുത്തെഴുതിയേക്കാം. ഇത് ചെയ്തു. √154 അങ്ങനെ തന്നെ എഴുതി. പ്ലസ് √225 വില. √225 വില നമുക്കറിയാമല്ലോ മക്കളെ. അപ്പോൾ ആ വില ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. √225 എന്ന് പറഞ്ഞാൽ എത്രയാ? 15. അതിൻ്റെ സ്ഥാനത്ത് 15 എന്ന് കൊടുത്തു. ഇനി ഇത് കൂട്ടി എഴുതുക. അപ്പോൾ √1508 പ്ലസ് 154 പ്ലസ് 15 റൂട്ട് അവിടെ കിടപ്പുണ്ട് 169 എന്ന് വരും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ഇങ്ങോട്ട് എഴുതാം. √1508 പ്ലസ് എത്ര വരും? √169 എന്ന് പറഞ്ഞാൽ 13 അല്ലേ മക്കളെ? √169 വില എത്രയാണ്? നമുക്കറിയാം 169 എന്ന് പറഞ്ഞാൽ 13ൻ്റെ സ്ക്വയറാണ്. ശരിയല്ലേ? 13ൻ്റെ സ്ക്വയറാണ്. ശരി, ഇനി ഇത് കൂട്ടി എഴുതുക. സോ കൂട്ടുമ്പോൾ നമുക്ക് 1521 എന്ന് കിട്ടും. നമ്മൾ ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കാണാൻ ബേസിക് വീഡിയോയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കാണാൻ നമ്മൾ പഠിച്ചത് സംഖ്യയുടെ വലത് സൈഡിൽ നിന്ന് 2 സ്ഥാനം മാറ്റി സ്പ്ലിറ്റ് ചെയ്യണം. 15ന് മുന്നേയുള്ള പൂർണ്ണ വർഗ്ഗം ഏതാണെന്ന് നോക്കണം. അത് 9 ആണ്, അത് 3 ആണ്. 3ൻ്റെ വർഗ്ഗമാണ്. അപ്പോൾ ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം 3. ഇനി 1ൽ അവസാനിക്കുന്ന ഏതിൻ്റെയൊക്കെ സ്ക്വയർ ആണെന്ന് നോക്കണം. 1ൽ അവസാനിക്കുന്നത് 1ൻ്റെ സ്ക്വയറും 9ൻ്റെ സ്ക്വയറും. ഉത്തരം 31 39 വരും. ഇവിടെ ഓപ്ഷനിൽ 39 മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ആൻസർ ഓപ്ഷൻ സി ആണ്, 39. ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കാണുന്നത് ഞാൻ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ബേസിക് കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, അതിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് കണ്ടിട്ട് ഇത് കാണാവുള്ളൂ എന്ന് പറയണേ കേട്ടോ. ആൻസർ 39 എന്നാണ് കിട്ടണേ. ഓക്കെ അല്ലേ? ഉത്തരം 31 39 വരേണ്ടതാണ്. 39 എടുക്കാൻ കാരണം 31 ഓപ്ഷനേ ഇല്ല. അപ്പോൾ പിന്നെ ഉത്തരം 39 ആയിരിക്കും. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 1100 ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാൽ അതൊരു വർഗസംഖ്യയായിട്ട് മാറും?
മക്കളെ 1100 ഒരു പൂർണ്ണവർഗമല്ല, അല്ലെങ്കിൽ വർഗസംഖ്യ അല്ല. അത് വർഗസംഖ്യ ആവാൻ അതിനോട് ഏത് കൂട്ടണം എന്നാണ് ചോദ്യം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ എപ്പോഴും ഓപ്ഷൻ വെച്ച് കൂട്ടി നോക്കുന്നതാണ് ഏറ്റവും സേഫ്. ഞാൻ ഓപ്ഷൻ എ എടുത്തു. ഓപ്ഷൻ എ 56. 1100 കൂട്ടിയാൽ 1156 വരും. ഇതൊരു പൂർണ്ണവർഗമാണോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്കറിയാം പൂർണ്ണവർഗമാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള മാർഗം 2 നിയമം. സംഖ്യയുടെ അവസാന അക്കം 2, 3, 7, 8 ആവാൻ പാടില്ല. ഇവിടെ ആയിട്ടില്ല. അക്കത്തുക 1947 ആയിരിക്കണം. ഇതും ഞാൻ പൂർണ്ണവർഗമായതേത് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് വേണം ഇത് കാണാൻ. ഞാൻ ഈ ചോദ്യം പറയുമ്പോൾ എക്സ്പ്ലനേഷൻ കുറവായിരിക്കും, കാരണം ആ വീഡിയോയിൽ ഞാൻ ഒത്തിരി എക്സ്പ്ലനേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ശരി, അപ്പം അക്കത്തുക കണ്ടുപിടിക്കണം. അക്കത്തുക കാണാൻ ഞാൻ എല്ലാം കൂടെ കൂട്ടി നോക്കി. ശരിയാണോ? കൂട്ടുമ്പം 7, 6, 13. അക്കത്തുക നമുക്ക് എത്ര വരും? അതായത് ഇത് 2 അല്ലേ, 5, 2, 7, 7, 6, 13. അക്കത്തുക 4 കിട്ടും അല്ലേ. അക്കത്തുക 4 വന്നാൽ അത് പൂർണ്ണവർഗമാകാൻ സാധ്യതയുണ്ട്. 1, 9, 4, 7 വന്നാൽ പൂർണ്ണവർഗമാകുന്നല്ലേ മക്കളെ നമ്മൾ പഠിച്ചേ. 1, 9, 4, 7 വന്നാൽ പൂർണ്ണവർഗമാകുന്നല്ലേ പഠിച്ചേ. അപ്പോൾ ഇവിടെ അക്കത്തുക 4 അല്ലേ, അപ്പോൾ പൂർണ്ണവർഗമാകാൻ സാധ്യതയുള്ളത് ഏതാ? ഓപ്ഷൻ എ ആണ്. ഇനി ബാക്കിയും കൂടെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഓപ്ഷൻ ബി നിങ്ങളൊന്ന് ചെയ്തേ. 24 കൂട്ടണം. 1100 24 കൂട്ടുമ്പോൾ 1124 കിട്ടും. ഇവിടെ അക്കത്തുക എത്രയാണെന്ന് നോക്കിയേ. ദേ ഇവിടെ അക്കത്തുക നമുക്ക് എത്ര കിട്ടുന്നത്? 4, 2, 6, 7, 8 വരുന്നത്. അക്കത്തുക 8 വന്നാൽ പൂർണ്ണവർഗം ആകില്ല. 1, 9, 4, 7 വരണം. ഇനി ഓപ്ഷൻ സി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 69 കൂട്ടിക്ക് 1169 എന്ന് വരും അല്ലേ. ഇവിടെ അക്കത്തുക 17 എന്ന് പറയുമ്പോൾ 1, 7, 8 ഇവിടെ അക്കത്തുക കിട്ടുന്നത് അല്ലേ. നോക്കിക്കേ, 9, 1, 10, 10, 7, 17. അക്കത്തുക 1, 7, 8. അക്കത്തുക 8 വന്നാൽ പൂർണ്ണവർഗമാകില്ല. ഓപ്ഷൻ ഡി 48 കൂട്ടിക്ക് 1148. 48 കൂട്ടുമ്പം നമുക്ക് 14. അക്കത്തുക 5 വരുന്നത് അല്ലേ. 8, 4, 12, 13, 14. അക്കത്തുക 5 വരുന്നത്. 5 വന്നാലും പൂർണ്ണവർഗമാകില്ല. അക്കത്തുക 1, 9, 4, 7 വന്നാലേ പൂർണ്ണവർഗമാകത്തുള്ളൂ. ഓർക്കണില്ലേ നമ്മൾ ചെയ്തത് അല്ലേ? സംശയമില്ലല്ലോ? ഇല്ല. അക്കത്തുക കാണാൻ ഒരു എളുപ്പമാർഗം പറഞ്ഞായിരുന്നു അല്ലേ. 9 ഉണ്ടെങ്കിൽ വെട്ടിക്കളഞ്ഞ് ചെയ്യാന്ന്. അപ്പോൾ അതൊക്കെ ഇവിടെ യൂസ് ചെയ്യാം. 8, 1 വെട്ടി 9, ബാക്കി 4, 1, 5 അക്കത്തുക കണ്ടോ. ഇവിടെ 9 വെട്ടി, ബാക്കി 8 അക്കത്തുക കണ്ടോ. ഇവിടെ 9 വെട്ടിക്കളയാൻ ഇല്ല, 9 ആയിട്ട് വെട്ടിക്കളയാനില്ല. അതുകൊണ്ട് കൂട്ടി തന്നെ എടുക്കണം. 9 ഉണ്ടെങ്കിൽ 9 വെട്ടിക്കളഞ്ഞ് ബാക്കി എടുത്താൽ മതി. ഓർക്കണില്ലേ നമ്മൾ പഠിച്ചത്? ഓക്കെ. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പം ഇത് മിക്കപ്പോഴും കാണുന്നതാണ്. ഒരു സംഖ്യ തരും, അതിനോട് ഏത് കൂട്ടിയാൽ അതൊരു പൂർണ്ണവർഗമാകും എന്ന് ചോദിക്കും. അപ്പോൾ ഓപ്ഷൻസ് എടുത്ത് കൂട്ടി നോക്കുക. കൂട്ടി നോക്കി കഴിയുമ്പോൾ അത് പൂർണ്ണവർഗമാണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്കറിയാം. നമ്മൾ പഠിച്ചു എങ്ങനെയാണ് പൂർണ്ണവർഗമാണോ ചെക്ക് ചെയ്യുന്നത്. അവസാനമാക്കാൻ 2, 3, 7, 8 ആവാൻ പാടില്ല. പിന്നെ എന്താണ്? അക്കത്തുക 1947, 1, 9, 4, 7 ആയിരിക്കണം എന്ന നിയമം യൂസ് ചെയ്യണം. ഓർക്കണില്ലേ മക്കളെ? നമ്മളത് പഠിച്ചതാണ്. അത് വീഡിയോ കണ്ടേക്കണം കേട്ടോ. ശരി, അടുത്ത ചോദ്യം ഇതാണ്. ഇതിനൊരു ഷോർട്ട് മെത്തേഡ് ഉണ്ട്, ഞാനത് പറയാം. അതിന് മുന്നേ ഞാൻ ഇതിൻ്റെ നോർമൽ മെത്തേഡൊന്നും പറയട്ടെ, എന്നാലേ ഞാൻ ഷോർട്ട് മെത്തേഡ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ. നോർമൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് ചെയ്യുക. അപ്പോൾ റൂട്ട് 0.27 സ്ക്വയർ 27 എന്ന് പറഞ്ഞാൽ 27 സ്ക്വയർ 729. അപ്പോൾ 0.27 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ദശാംശമാണ് ഉത്തരത്തിൽ വരും. അപ്പോൾ 0.0729 എന്ന് വരും. ഒന്നുകൂടെ പറയാം. ദശാംശ സംഖ്യയുടെ വർഗം കാണാൻ ദശാംശം മാറ്റിയിട്ട് വർഗം കാണുക. ചോദ്യത്തിൽ എത്ര പോയിൻ്റ് ഉണ്ടോ ഇരട്ടി പോയിൻ്റ് ഉത്തരത്തിലിടുക. ഇവിടെ ചോദ്യത്തിൽ 2 പോയിൻ്റ്, ഇരട്ടി പോയിൻ്റ് ഉത്തരത്തിലേക്ക് ഇടുമ്പോൾ 4 പോയിൻ്റ്. 27 സ്ക്വയർ 729, 4 പോയിൻ്റ് ഇടുമ്പം 0.0729. ഓക്കെ. 0.21 സ്ക്വയർ കാണും. 21 സ്ക്വയർ 441 അല്ലേ. ചോദ്യത്തിൽ 2 പോയിൻ്റ്, ഉത്തരത്തിൽ 4 പോയിൻ്റ് ഇടുമ്പോൾ 0.0441 കിട്ടും. ഓക്കെ. വീണ്ടും 0.29 സ്ക്വയർ 0.29 എന്ന് പറഞ്ഞാൽ 841. 4 ദശാംശ ഉത്തരത്തിലേക്ക് ഇടുമ്പോൾ 0.0841 എന്ന് വരും. ഇതാണ് മുകളിൽ വരുന്നത്. സംശയമില്ലല്ലോ? ഒന്നുമില്ലെന്നേ. ഞാൻ ഓരോന്നിൻ്റെ വില കണ്ടുപിടിച്ചു. 0.27 സ്ക്വയർ കണ്ടുപിടിച്ചു. 27 സ്ക്വയർ 729.
ഇവിടെ ചോദ്യത്തിൽ 2 പോയിന്റ്, ഉത്തരത്തിൽ 4 പോയിന്റ് എണ്ണം. ദശാംശ സംഖ്യയുള്ള സ്ക്വയർ കാണാൻ ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ട്, ഇരട്ടി പോയിന്റ് ഉത്തരത്തിലേക്ക് എണ്ണം. അങ്ങനെ ഇത് കിട്ടി വില. ഓക്കെ. അതുപോലെ 0.21 സ്ക്വയർ കണ്ടു, അത് 21 സ്ക്വയർ 441. ചോദ്യത്തിൽ 2 പോയിന്റ് ഉണ്ട്, ഉത്തരത്തിൽ 4 പോയിന്റ് ഉണ്ട്. ഇങ്ങനെ വരും കണ്ടോ. അടുത്തത് 0.29 സ്ക്വയറാണ് അല്ലേ, അത് 841 29 സ്ക്വയർ, 4 പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെ വരും കണ്ടോ. അതെല്ലാം കൂടെ കൂട്ടി. ശരി, ഡിവൈഡഡ് ബൈ. മക്കളെ താഴെയും അതേ സംഖ്യകളല്ലേ, പക്ഷേ ഉത്തരത്തിൽ അതായത് ചോദ്യത്തിൽ 3 പോയിന്റ് ഉണ്ട്, അപ്പോൾ ഉത്തരത്തിൽ 6 പോയിന്റ് വരും അല്ലേ. അപ്പോൾ താഴത്തേത് കൂട്ടുമ്പോൾ എങ്ങനെ വരും, 0.0000729 വരും അല്ലേ, പ്ലസ് 0.00441 വരും, പ്ലസ് 0.00841 വരും. കാരണം താഴെ ചോദ്യത്തിൽ 3 ദശാംശ സ്ഥാനമുണ്ട്, സംഖ്യകൾ സെയിമാണ്, പക്ഷേ നമുക്ക് 6 ദശാംശ സ്ഥാനം ഉത്തരത്തിൽ ഇടണമെന്നാണ് പഠിച്ചേക്കണേ. ശരിയാണോ മക്കളെ? ആണ്. അപ്പോൾ ഇങ്ങനെയല്ലേ വരുന്നേ? ആണ്. ഇനി മുകളിലത്തെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും നോക്കിയേ. മുകളിലത്തെ എല്ലാം കൂടെ കൂട്ടുമ്പം നിങ്ങൾ മുകളിലത്തേത് ഓരോന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.2011 എന്ന് കിട്ടും. താഴത്തെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.002011 എന്ന് കിട്ടും. അതായത് മുകളിലത്തെയും താഴെയും കിട്ടുന്ന ഒരേ സംഖ്യയായിരിക്കും, അതിൽ ദശാംശ സ്ഥാനത്തിൽ മാത്രമേ മാറ്റുള്ളൂ. കാരണം മുകളിലും താഴെയും കിടക്കുന്ന ഒരേ സംഖ്യയുള്ള സ്ക്വയറാണ്, പക്ഷേ ദശാംശ സ്ഥാനത്തിൻ്റെ എണ്ണത്തിൽ മാത്രമേ മാറ്റം പറ്റുള്ളൂ. ഇവിടെ മുകളിലും താഴെയും 2011 വന്നേക്കുന്നത്. മുകളിൽ 4 ദശാംശ സ്ഥാനം, താഴെ 6 ദശാംശ സ്ഥാനം അല്ലേ. ഇനി ദശാംശ സംഖ്യയുള്ള സ്ക്വയർ റൂട്ട് കാണാൻ എന്ത് ചെയ്യണം? ആദ്യം ആ റൂട്ട് കാണാൻ നമ്മൾ ചെയ്യുന്ന ഒരു മാർഗ്ഗം, ഇവിടെ ഹരിക്കുകയല്ലേ ചെയ്യേണ്ടത് ആക്ച്വലി അല്ലേ, ഹരിക്കാനല്ലേ വന്നേക്കണേ. ആണ്. അപ്പോൾ ദശാംശ സംഖ്യയിൽ ഹരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പോയിന്റ് കളഞ്ഞിട്ട് എടുത്ത് എഴുതുക. അപ്പം 2011 മുകളിലും വരും, താഴെയും 2011 വരും അല്ലേ. ഇനി എവിടെയാണോ ദശാംശ സ്ഥാനം കുറവുള്ളത്, കുറവുള്ളിടത്ത് കുറവുള്ള അത്രയും 0 ചേർക്കണം. മക്കളെ ഇവിടെ താഴെ 6 ദശാംശ സ്ഥാനമുണ്ട്, മുകളിൽ 4, മുകളിൽ 2 ദശാംശ സ്ഥാനത്തിൻ്റെ കുറവുണ്ട് അല്ലേ. അപ്പം 2 0 മുകളിൽ ചേർക്കണം. കണ്ടോ, ഇതും വെട്ടിപ്പോയി. √100 ആൻസർ. √100 എന്ന് പറഞ്ഞാൽ 10 സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ. ഇതാണ് ഇത് ചെയ്യുന്ന നോർമൽ മെത്തേഡ്. ഇതിന് ഷോർട്ട് കൺസെപ്റ്റ് ഉണ്ട്, പക്ഷേ ഈ നോർമൽ മെത്തേഡ് മനസ്സിലായാലേ ഞാൻ ഷോർട്ട് മെത്തേഡ് പറയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ക്ലിയർ ആയോ എന്ന് പറഞ്ഞേ ആദ്യം. ഓക്കെ ആണോ? ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഒന്നുകൂടെ പറയാം. ഒന്നുമില്ല, ശ്രദ്ധിച്ച് കേട്ടോണേ. അതായത് മക്കളെ ഈ കണക്ക് നോർമലി ചെയ്തതാണ് ഞാൻ ഈ കാണിച്ചേക്കണേ. ഇങ്ങനെ ചെയ്ത് സമയം കളയരുത്. ഓക്കെ, ഷോർട്ട് മെത്തേഡ് പറയാം. ആദ്യം ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കട്ടെ. നമ്മൾ ഇതിൻ്റെ അകത്തേത് ഇങ്ങനെ സോൾവ് ചെയ്യുക. അപ്പോൾ 0.27 സ്ക്വയർ ഇതാണ് വില എഴുതി, 0.21 സ്ക്വയർ ഇതാണ് വില എഴുതി, 0.29 സ്ക്വയർ ഇതാണ് വില എഴുതി അല്ലേ. എങ്ങനെ എഴുതി എന്ന് ചോദിച്ചാൽ 0.27 സ്ക്വയർ കാണാൻ, ദശാംശ സംഖ്യയുള്ള സ്ക്വയർ കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ദശാംശം മാറ്റിയിട്ട് സ്ക്വയർ കാണുക. 27 സ്ക്വയർ 729. ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ട്, ഇരട്ടി പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുക. അങ്ങനെയാണ് ഓരോ ഉത്തരങ്ങളും നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അതേ താഴെ അതേ സംഖ്യകൾ തന്നെയല്ലേ മക്കളെ, ശ്രദ്ധിച്ചോ. അപ്പം 3 പോയിന്റ് ഉണ്ട് ഓരോ ചോദ്യത്തിലും, ആണോ? ഉത്തരത്തിൽ 6 പോയിന്റ് വീതം എഴുതണം. അപ്പം ഇതേ സംഖ്യകൾ തന്നെ ഉത്തരത്തിൽ 6 പോയിന്റ് വീതം ഞാൻ എഴുതി വെച്ചു, കൂട്ടി. ഇനി നോക്കിയേ, 4 ദശാംശ സ്ഥാനമുള്ള സംഖ്യകളല്ല, ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊരു ഉത്തരം കിട്ടി. അത് ഇതാണ്. ആ ഉത്തരത്തിന് 4 ദശാംശ സ്ഥാനമാണ്. 6 ദശാംശ സ്ഥാനമുള്ള സംഖ്യകൾ തമ്മിൽ എല്ലാം കൂട്ടി ഇതേ ഉത്തരം കിട്ടി. കാരണം ഒരേ സംഖ്യകളാണ്, പക്ഷെ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ആകെ 6. ഓക്കെ, ഇപ്പോൾ 2 ദശാംശ സംഖ്യകൾ ഹരിക്കേണ്ട നിയമം വന്നു. 2 ദശാംശ സംഖ്യകൾ ഹരിക്കാനുള്ള നിയമം നമ്മൾ നമ്പേഴ്സൊക്കെ പഠിച്ചപ്പോൾ, ഭിന്നസംഖ്യകളൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. 2 ദശാംശ സംഖ്യകൾ ഹരിക്കാനുള്ള നിയമം, ആദ്യം ദശാംശം മാറ്റുക, സംഖ്യകൾ മാത്രം എടുത്തെഴുതുക. ഇതാണ് സംഖ്യകൾ മാത്രം എടുത്തെഴുതിയേക്കുന്നത്. 2011 മുകളിലും താഴെ. ഇനി മുകളിലത്തെയും താഴത്തെയും ദശാംശ സ്ഥാനങ്ങൾ എണ്ണി നോക്കുക. മുകളിൽ 4, താഴെ 6. എവിടെയാണോ കുറവുള്ളത്, കുറവുള്ളോടത്ത് കുറവുള്ള അത്രയും 0 ചേർക്കുക. ഇവിടെയാണ് കുറവ് 4, ഇവിടെ 6. അപ്പോൾ ഇവിടെ 2 എണ്ണത്തിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് 2 0 ചേർക്കണം. അതായത് മുകളിൽ വശത്ത് 100 കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും ഉത്തരം. അങ്ങനെ വരുമ്പോൾ ഇതും വെട്ടിപ്പോവും. √100 അവശേഷിക്കും. √100 10. ഇതാണ് നോർമൽ മെത്തേഡ്. ഇനി ഇങ്ങനെ ചെയ്ത് സമയം കളയണ്ട.
പകരം നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനൊരു ലോജിക്ക് ആലോചിക്കാം. ശ്രദ്ധിച്ചേ, ഈ ചോദ്യം കണ്ടപ്പോൾ മനസ്സിലായി ഈ ചോദ്യത്തിൻ്റെ മുകളിലും താഴെ ഒരേ സംഖ്യ ആണല്ലോ. പക്ഷേ മുകളിൽ എല്ലാത്തിലും 2 ദശാംശ സ്ഥാനങ്ങളേ ഉള്ളൂ. ആണോ? അപ്പം മുകളിലെ ഓരോന്നിനും 4 ദശാംശ സ്ഥാനം വരും. ഇതിൻ്റെ ഉത്തരത്തിൽ 4, ഇതിൻ്റെ ഉത്തരത്തിൽ 4, ഇതിൻ്റെ ഉത്തരത്തിൽ 4. മുകളിൽ എല്ലാം നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 4 ദശാംശ സ്ഥാനങ്ങൾ വരും. 4 ദശാംശ സ്ഥാനങ്ങളുള്ള 3 എണ്ണം തമ്മിൽ കൂട്ടിയാൽ ഉത്തരത്തിലും 4 ദശാംശ സ്ഥാനമായിരിക്കും. ആണല്ലോ. ഇനി ഇവിടെ ഓരോന്നിലും 6 ദശാംശ സ്ഥാനം വരും. അത് കൂട്ടിയാൽ ഉത്തരത്തിലാകെ 6 ദശാംശ സ്ഥാനമായിരിക്കും. ക്ലിയർ അല്ലേ? 6 ദശാംശ സ്ഥാനങ്ങളുള്ളത് തമ്മിൽ കൂട്ടിയാൽ ഉത്തരത്തിൽ 6 ദശാംശ സ്ഥാനം വരത്തുള്ളൂ. ഗുണിക്കുമല്ല, കൂട്ടുമ്പം ഒരേ ദശാംശ സ്ഥാനം കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ 2 ദശാംശ സ്ഥാനങ്ങൾ 4 ദശാംശ സ്ഥാനങ്ങളുള്ളത് തമ്മിൽ കൂട്ടുമ്പോൾ ആകെ 4 ദശാംശ സ്ഥാനം പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് മുകളിലും 6 ദശാംശ സ്ഥാനമുള്ളൊരു സംഖ്യ വരും അല്ലേ. മുകളിൽ 4 ദശാംശ സ്ഥാനമുള്ളൊരു സംഖ്യ വരും. ഇപ്പോൾ എക്സാമ്പിൾ 0.000x. താഴെ 6 ദശാംശ സ്ഥാനമുള്ള സംഖ്യ വരും. 0.00000x. കണ്ടോ? ഇങ്ങനെയല്ലേ വരാൻ പോണേ അല്ലേ. സംഖ്യകൾ 2 സെയിം ആയിരിക്കും. കണ്ടോ? നമുക്കറിയാം 2011 അല്ലേ രണ്ടിടത്തും കിട്ടിയത്. സംഖ്യകൾ 2 സെയിം ആയിരിക്കും. പക്ഷേ മുകളിൽ ആകെ 4 ദശാംശ സ്ഥാനവും താഴെ ആകെ 6 ദശാംശ സ്ഥാനമായിരിക്കും. ഇങ്ങനെയായിരിക്കും അതിൻ്റെ അവസാനത്തെ സ്റ്റെപ്പ് വരുന്നത്. ഇങ്ങനെ വന്നാൽ നമുക്ക് ചെയ്യാൻ അറിയാം, സംഖ്യകൾ മാത്രം എടുത്ത് എഴുതുക x/x. ഇനി എവിടെയാണോ ദശാംശ സ്ഥാനം കുറവുള്ളത് അവിടെ അത്രയും 0 ചേർക്കുക. അപ്പോൾ മുകളിൽ 2 0. കണ്ടോ? എക്സും വെട്ടിപ്പോയി √100 10 ഉത്തരം എന്ന് എഴുതാം. ഇത്രയും സ്റ്റെപ്പ് ചെയ്ത് സമയം കളയണ്ട. ഇതാണ് അതിൻ്റെ ഷോർട്ട് മെത്തേഡ്. അല്ലാതെ ഇത്രയും വലിച്ചു വാരി ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഞാൻ പറഞ്ഞത് ഇത് അത്യാവശ്യം നല്ലൊരു ചോദ്യമായിരുന്നു, നമ്മുടെ സമയം കളയുന്ന ചോദ്യമായിരുന്നു. അപ്പോൾ ഈ ചോദ്യം വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ഓക്കെ, ഇത്രേ ഉള്ളൂ ഇതിൻ്റെ മെത്തേഡ് മക്കളെ. അതായത് ഇത് നമ്മളൊരു കാര്യം ആദ്യം മനസ്സിലാക്കി. ഇത് 0.27 ആണല്ലോ. ഇത് 0.21 ആണ്. ഇത് 0.29 ആണ്. ഇതേ സംഖ്യകളാണ് താഴെ വന്നേക്കുന്നത്. ചെറിയൊരു മാറ്റം. മുകളിൽ 2 പോയിൻ്റേ ഉള്ളൂ, താഴെ ഓരോന്നിലും 3 പോയിൻ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് ഉത്തരം കിട്ടുന്നതിൽ 4 പോയിൻ്റ് കാണും. ഇതിലും 4 പോയിൻ്റ് കാണും. ഇതിലും ഉത്തരത്തിൽ 4 പോയിൻ്റ് കാണും. അപ്പം മുകൾ വശത്തെ ഉത്തരത്തിന് 4 പോയിൻ്റുള്ള ഒരു സംഖ്യയായിരിക്കും. എക്സാമ്പിൾ 0.000x എന്നെടുക്കാം. ക്ലിയർ? ഇനി താഴത്തെ ഉത്തരത്തിൻ്റെ പ്രശ്നം, താഴത്തെ ഉത്തരത്തിൽ ഇവിടെ 3 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഉത്തരത്തിൽ 6 പോയിൻ്റ് കാണും. ഇവിടെ 6 പോയിൻ്റ് ഉത്തരത്തിൽ കാണും, ഇവിടെ 6 പോയിൻ്റ്. അപ്പോൾ 6 പോയിൻ്റുള്ള ഉത്തരങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്നതിലും ഉത്തരത്തിൽ 6 പോയിൻ്റ് ആയിരിക്കും. എക്സാമ്പിൾ താഴത്തേത് 0.00000x എന്നെടുക്കാം. ഈ രണ്ടും ഒരേ സംഖ്യ ആയിരിക്കും. കാരണം ഇവിടെ കിടക്കുന്നത് മുകളിലത്തെ താഴത്തെ ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് 2x എന്ന് എടുത്തേക്കുന്നത്. കണ്ടോ? ഇതിൻ്റെ റൂട്ട് കാണാനാണ് ചോദ്യം. ഓക്കെ, നമുക്കറിയാം ദശാംശങ്ങൾ ഹരിക്കാൻ ആദ്യം ദശാംശം മാറ്റി എഴുതുക. അപ്പോൾ x/x എന്ന് വന്നു. റൂട്ട് അവിടെ കിടപ്പുണ്ടേ. ഇനി എവിടെയാണോ പോയിന്റ് കുറവുള്ളത് അത്രയും 0 അവിടെ ചേർക്കണം. താഴെ 6 പോയിന്റ്, മുകളിൽ 4 പോയിന്റ്. മുകളിൽ 2 പോയിന്റ് കുറവ്, അതുകൊണ്ട് മുകളിൽ 100 ചേർത്തു. കണ്ടോ? ഇതും വെട്ടിപ്പോയി √100 എന്ന് പറഞ്ഞാൽ ആൻസർ 10. കണ്ടോ? ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ മക്കളെ. ഇത് കുറച്ച് പറഞ്ഞു തരാനും മനസ്സിലാക്കാനും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1.44ൻ്റെ വർഗ്ഗമൂലം എത്രയാണ് അല്ലേ. വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ടാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 1.44 കാണണം. ദശാംശങ്ങൾ സ്ക്വയർ റൂട്ടാണ്. ആദ്യം ദശാംശം മാറ്റി എഴുതുക. അപ്പോൾ √144. അതിൻ്റെ ഉത്തരം എഴുതുക 12. ചോദ്യത്തിൽ എത്ര പോയിൻ്റ് ഉണ്ടോ പകുതി ഉത്തരത്തിൽ എഴുതുക. ചോദ്യത്തിൽ 2 പോയിൻ്റ്, ഉത്തരത്തിൽ 1 പോയിൻ്റ് ഇടണം. ആൻസർ 1.2 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും ഒരു വലിയ ചോദ്യമാണ്. വലിയ ചോദ്യമല്ല എങ്കിലും മക്കളെ, ഇത് 2 ഭിന്നസംഖ്യയായിട്ട് പരിഗണിച്ച് 2 ഭിന്നസംഖ്യകൾ വന്നാൽ അതിൻ്റെ ഉത്തരം കാണാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്താൽ പോരെ. ഇങ്ങനെ അല്ലേ. അപ്പം നമ്മൾ ഗുണിക്കുമ്പം √3 - √2 ഹോൾ സ്ക്വയർ എന്ന് വരും. ഇങ്ങനെ ഗുണിക്കുമ്പം ശരിയല്ലേ. √3 - √2 × √3 - √2 അല്ലേ. √3 - √2 ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇടയ്ക്കത്തെ ചിഹ്നം പ്ലസ് ആണ്. ആണോ? ഇനി നമ്മൾ ഇങ്ങനെ ഗുണിക്കുമ്പോൾ എന്ത് വരും? അതായത് ചെരിച്ച് ഗുണിക്കുമ്പോൾ ഇങ്ങനെ ഗുണിക്കുമ്പോൾ എന്ത് വരും? √3 + √2 ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ. ഡിവൈഡഡ് ബൈ. ഇനി ഇങ്ങനെ നേരെ ഗുണിക്കുമ്പോൾ എന്ത് വരും? √3 + √2 × √3 - √2 എന്ന് വരും. ഓക്കെ, ഇത്രയും ചെയ്തത് ക്ലിയർ ആണോ?
ആണ്. ഞാൻ ഇത് രണ്ട് ഭിന്നസംഖ്യകൾ കൂട്ടുന്നത് പോലെ എടുത്തു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്തു. ഓക്കെ അല്ലേ? ഇങ്ങനെ ഗുണിച്ച് ആദ്യം പ്ലസ് ഇങ്ങനെ ഗുണിച്ചു, പിന്നെ താഴത്തേത് ഇങ്ങനെ ഗുണിച്ചു. ഓക്കെ, ഇനി എപ്പോഴും ഓർക്കാം മക്കളെ, ഇതൊന്ന് ഓർത്തിരിക്കുക. എ പ്ലസ് ബി ഓൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. ഓർത്തോണം കേട്ടോ. എ പ്ലസ് ബി ഓൾ സ്ക്വയർ നമുക്കറിയാം, പഠിച്ചിട്ടുണ്ട്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അല്ലേ? അതുപോലെ എ മൈനസ് ബി ഓൾ സ്ക്വയറും പഠിച്ചിട്ടുണ്ട്. എ പ്ലസ് ബി ഓൾ സ്ക്വയറും എ മൈനസ് ബി ഓൾ സ്ക്വയറും കൂട്ടിയാൽ കിട്ടുന്നത് 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറും. ഇനി എ പ്ലസ് ബി ഓൾ സ്ക്വയറും എ മൈനസ് ബി ഓൾ സ്ക്വയറും എ മൈനസ് ബി ഓൾ സ്ക്വയറും കുറച്ചാൽ കിട്ടുന്നത് 4ab ആയിരിക്കും കേട്ടോ. ഇതൊരു നിയമമായിട്ട് റൂളായിട്ടൊന്ന് പഠിച്ചു വെക്കണേ എല്ലാവരും കേട്ടോ. സർവ്വസമവാക്യങ്ങളിൽ വരുന്നതാണ് ഐഡൻറ്റിറ്റീസ്. എ പ്ലസ് ബി ഓൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഓൾ സ്ക്വയർ 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ പ്ലസ് ബി ഓൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഓൾ സ്ക്വയർ 4ab ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നാൽ ഇതിൻ്റെ മുകൾ വശം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. എ പ്ലസ് ബി ഓൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഓൾ സ്ക്വയർ അല്ലേ? ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? ഇതിൻ്റെ ഉത്തരം 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ? 2 ഇൻറ്റു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √3യുടെ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ √2ൻ്റെ സ്ക്വയർ ആയിരിക്കും. കണ്ടോ? താഴെ നിങ്ങൾ നോക്കിക്കേ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോർമാറ്റ് അല്ലേ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? ഇതൊരു ഇക്വേഷനായിട്ട് പഠിച്ചു വെച്ചാണ് സർവ്വസമവാക്യങ്ങൾ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറാണ്. ഓക്കെ ആണോ? അപ്പം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ √3യുടെ സ്ക്വയർ മൈനസ് √2ൻ്റെ സ്ക്വയർ എന്ന് വരും. കണ്ടോ? അപ്പോൾ എങ്ങനെ വരും ഉത്തരം? 2 ഇൻറ്റു √3യുടെ സ്ക്വയർ 3 റൂട്ടിന് മുകളിൽ സ്ക്വയർ വന്നാൽ രണ്ടും ക്യാൻസലാകും. √2ൻ്റെ സ്ക്വയർ 2 ഇങ്ങനെ വരും. താഴെയോ √3യുടെ സ്ക്വയർ 3 √2ൻ്റെ സ്ക്വയർ 2. കണ്ടോ? അപ്പോൾ ആൻസർ എത്ര വരും? 2 ഇൻറ്റു 5/1 എന്ന് കിട്ടും. ആൻസർ 10 എന്നാണ് കിട്ടുന്നത് മക്കളെ. ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ചെയ്തത് ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയമുണ്ടോ ചെയ്തതിൽ? ഇത്രയും ഭാഗം ചെയ്തത് വ്യക്തമാണോ? ഓക്കെ, ഞാൻ ചെയ്തത് വേറെ ഒന്നുമില്ല. ആദ്യം സർവ്വസമവാക്യങ്ങളുടെ 2 ഇക്വേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, എ പ്ലസ് ബി ഓൾ സ്ക്വയറും എ മൈനസ് ബി ഓൾ സ്ക്വയറും കൂട്ടിയാൽ എത്ര കിട്ടുന്നും, അടുത്തത് എ പ്ലസ് ബി ഓൾ സ്ക്വയറും എ മൈനസ് ബി ഓൾ സ്ക്വയറും കുറച്ചാൽ എത്ര കിട്ടുന്നു, അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇതെല്ലാവർക്കും തന്നെ അറിയാം. ഓക്കെ, ഇനി ഇത് നോക്കിയേ, എ പ്ലസ് ബി ഓൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഓൾ സ്ക്വയറാണ്. ഇതിൻ്റെ ഉത്തരം 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറാണ്. അതായി എഴുതിയേക്കുന്നത്. കണ്ടോ? ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, ഇതിൻ്റെ ഉത്തരം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറാണ്. റൂട്ടിന് മുകളിൽ സ്ക്വയർ വന്നാൽ രണ്ടും ക്യാൻസൽ ആകുമെന്ന് ഈ വീഡിയോയിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഇത് 3 ആയിട്ട് മാറും. കണ്ടോ ഉത്തരം? ഇത് 2 ആയിട്ട് മാറും. സോ സോൾവ് ചെയ്യുമ്പോൾ ആൻസർ 10 എന്ന് കിട്ടും. റൂട്ട് ഓഫ് അല്ലേ 15 625 കണ്ടുപിടിക്കാനല്ലേ മക്കളെ? അതായത് 15 625ൻ്റെ വർഗ്ഗമൂലം കാണുക എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് കാണുക എന്നാണ് അർത്ഥം. ആണല്ലോ? ഓക്കെ, സ്ക്വയർ റൂട്ട് കാണാൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പം സ്ക്വയർ റൂട്ട് കാണാൻ ആദ്യം ചെയ്യേണ്ടത് സംഖ്യയുടെ വലത് സൈഡിൽ നിന്ന് 2 സ്ഥാനം മാറ്റി മുറിച്ചു. 156 മുന്നേ ഉള്ള പൂർണ്ണവർഗം ഏതാണെന്ന് നോക്കണം. അത് 144 അത് 12ൻ്റെ വർഗ്ഗമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം 12 ഉത്തരത്തിൻ്റെ അവസാന ഭാഗം കണ്ടുപിടിക്കാൻ ഇവിടെ ഇത് അവസാനിച്ചേക്കുന്ന 5 ഏതിൻ്റെയൊക്കെ സ്ക്വയറാണ് 5 അവസാനിക്കുന്നതെന്ന് നോക്കുക. എനിക്കറിയാം 5ൻ്റെ സ്ക്വയർ മാത്രമാണ് 5 അവസാനിക്കുന്നത്. ശരിയല്ലേ? അതുകൊണ്ട് ലാസ്റ്റ് ഡിജിറ്റ് 5 ആയിരിക്കും. അതായത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 125 എന്ന് കിട്ടും. ഒന്നുകൂടെ പറയാം, സംഖ്യയുടെ വലത് സൈഡിൽ നിന്ന് 2 സ്ഥാനം മാറ്റി മുറിച്ചു. 156 മുന്നേയുള്ള പൂർണ്ണവർഗം 144 അത് 12ൻ്റെയാണ്. ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം 12 മനസ്സിലായി. ഇവിടെ ഇത് സംഖ്യ അവസാനിച്ചേക്കുന്ന 5 ഏതിൻ്റെ സ്ക്വയർ 5 അവസാനിക്കുന്നതെന്ന് നോക്കുക. 5ൻ്റെ മാത്രം സ്ക്വയർ 5 അവസാനിക്കത്തുള്ളൂ. അതുകൊണ്ട് ലാസ്റ്റ് ഡിജിറ്റ് 5. ഉത്തരം 125 എന്ന് കിട്ടും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ മക്കളെ 1/2 ഓൾ സ്ക്വയർ അല്ലേ പ്ലസ് 1/√4 ഓൾ സ്ക്വയർ എത്ര എന്ന് കണ്ടുപിടിക്കണം അല്ലേ? ഇത് ഞാൻ സോൾവ് ചെയ്യുവാണെങ്കിൽ
അല്ലേ? ഈ 1ൻ്റെ സ്ക്വയർ 1 2ൻ്റെ സ്ക്വയർ 4 അല്ലേ? ഇങ്ങനെ ഒന്ന് ഓർത്തോണേ നിങ്ങളെ. അതായത് എ ബൈ ബി ഓൾ റേസ് ടു എന്നിനെ എനിക്ക് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ ബി റേസ് ടു എൻ എന്ന് മുറിച്ചെഴുതാം. രണ്ടാക്കി മുറിക്കാം കേട്ടോ. എ റേസ് ടു എൻ ബൈ ബി റേസ് ടു എൻ എന്ന് മുറിച്ചെഴുതാം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ ചെയ്യുവാണെങ്കിൽ 1 സ്ക്വയർ ഡിവൈഡ് ബൈ 2 സ്ക്വയർ എന്നല്ലേ വരുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ ആൻസർ 1/4 എന്ന് എഴുതിയേക്കുന്നത്. മനസ്സിലായല്ലോ? പ്ലസ് ചിഹ്നം ഇട്ടു. ഓക്കെ, ഇനി ഇവിടെയും അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ നോക്കിക്കേ, 1/√4 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 2 അല്ലേ? ആണോ? അപ്പം 1/2ൻ്റെ സ്ക്വയർ തന്നെയല്ലേ അവിടെയും കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരവും നമുക്ക് 1/4 എന്നല്ലേ വരുന്നേ. 1/4 പ്ലസ് 1/4 എത്രയാണ് മക്കളെ? 1/2 അല്ലേ? 1/4 പ്ലസ് 1/4 എന്ന് പറഞ്ഞാൽ അരയല്ലേ? അപ്പോൾ ഈ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ ഡി, അര. ക്ലിയർ ആണോ ഞാൻ ചെയ്തത്? അതായത് 1/√4 എന്ന് പറഞ്ഞാൽ √4 2 അല്ലേ? 1/√4 എന്ന് പറഞ്ഞാൽ 1/2 തന്നെയല്ലേ? ആ 1/2ൻ്റെ സ്ക്വയർ അല്ലേ കാണണ്ടേ? അത് തന്നെയല്ലേ നമ്മളിവിടെ കണ്ടത്, 1/2ൻ്റെ സ്ക്വയർ. അതല്ലേ 1/4 എന്ന് കിട്ടുന്നത്. അപ്പം 1/4 പ്ലസ് 1/4 എന്ന് പറഞ്ഞാൽ അരയല്ലേ? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ആരാ? എളുപ്പമല്ലേ? സിമ്പിളാണല്ലോ. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ള സംഖ്യകളിൽ പൂർണ്ണവർഗ സംഖ്യയാവാൻ സാധ്യതയില്ലാത്തതേത്? നമ്മൾ പഠിച്ചു സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ബേസിക് 2 എന്ന് പറഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് പൂർണ്ണവർഗമാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് അല്ലേ? നമുക്കറിയാം 2 റൂളാണ് ഉള്ളത്. ഒന്നാമത്തെ റൂള്, സംഖ്യയുടെ അവസാനത്തെ അക്കം 2, 3, 7, 8 ആവാൻ പാടില്ല. രണ്ടാമത്തെ നിയമം, അക്കത്തുക 1947 ആയിരിക്കണം. ഇങ്ങനെ 2 റൂളാണ് ഉള്ളത് അല്ലേ? അപ്പോൾ ഇത് പൂർണ്ണവർഗമല്ലാത്തതെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് മക്കളെ? ഇവിടെ നോക്കിയേ, ഓപ്ഷൻ ബിയുടെ അവസാനത്തെ അക്കം 2 അല്ലേ? അവസാനത്തെ അക്കം 2, 3, 7, 8 ആയാൽ അത് പൂർണ്ണവർഗം ആകില്ല. അതുകൊണ്ട് പൂർണ്ണവർഗമാകാൻ സാധ്യതയില്ലാത്തത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗമാകാവുന്ന സംഖ്യകൾ ഏവ? ഓക്കെ, ആദ്യത്തേത്, ഒന്നാമത്തേത് 49ഉം 3 0 ഉള്ള സംഖ്യ. ഇത് പൂർണ്ണവർഗം ആകുമോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ? നമ്മൾ പഠിച്ചു കുറേ സീറോകളുള്ള സംഖ്യകൾ തന്നാൽ പൂർണ്ണവർഗമാണോ എന്നറിയാൻ പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യയാണോ എന്ന് നോക്കണം. പൂജ്യം മാറ്റുമ്പോൾ ഉള്ള സംഖ്യ പൂർണ്ണവർഗമാണോ എന്ന് നോക്കണം. ഇവിടെ പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യ അല്ലാത്തത് കൊണ്ട് ഇത് പൂർണ്ണവർഗമല്ല. രണ്ടാമത്തെ ഓപ്ഷൻ 79, 28 ഇത് പൂർണ്ണവർഗമാണോ മക്കളെ? ഇത് പൂർണ്ണവർഗമാണോ എന്ന് നമ്മളറിയാം. പൂർണ്ണവർഗമാണെങ്കിൽ സംഖ്യയുടെ അവസാനത്തെ അക്കം 2, 3, 7, 8 ആവാൻ പാടില്ലെന്നല്ലേ? ഇവിടെ 8 വന്നേക്കുന്നതുകൊണ്ട് ഇത് പൂർണ്ണവർഗമല്ല. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ, ഇത് 2222 പൂർണ്ണവർഗമല്ല. കാരണം അവസാനത്തെ അക്കം 2, 3, 7, 8 ആവാൻ പാടില്ല. ഓക്കെ, ഇനി നാലാമത്തെ ഓപ്ഷൻ നിങ്ങൾ നോക്കിയേ, 50 ആണോ? ഇത് പൂർണ്ണവർഗമാണോ? നമുക്കറിയാം സീറോകൾ വരുന്ന കേസിൽ പൂർണ്ണവർഗമാകണമെങ്കിൽ പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യ ആയിരിക്കണം എന്നല്ലേ നമ്മൾ പഠിച്ചേ? ഇവിടെ പൂജ്യങ്ങളുടെ എണ്ണം 1 അല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് പൂർണ്ണവർഗമാകുമോ? ഇല്ല. അടുത്ത ഓപ്ഷൻ അഞ്ചാമത്തെ ഓപ്ഷൻ നോക്കിയേ, 23, 453 ഇത് പൂർണ്ണവർഗമാകുമോ? ഇല്ല. കാരണം അവസാനത്തെ അക്കം 2, 3, 7, 8 ആവാൻ പാടില്ല. ഇവിടെ 3 ആയേക്കുന്നത് കണ്ടോ? അപ്പോൾ ഇതിന് എന്ത് മനസ്സിലാക്കാം? ഇവയൊന്നും പൂർണ്ണവർഗങ്ങളല്ല. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചുവടെ നൽകിയിരിക്കുന്ന സംഖ്യാത്രയങ്ങളിൽ A² + B² = C² പാലിക്കാത്തത് ഏതാണ്? അതായത് പൈതഗോറസ് തിയറം അല്ലേ അത്? അതായത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ കർണം സ്ക്വയർ എന്നുള്ള കൺസെപ്റ്റ് അല്ലേ? ഓക്കെ, ഏതാ മക്കളെ അത് പാലിക്കാത്തത്? ഇത് അത് പാലിക്കുന്നതാണ് കേട്ടോ. ഇവിടെ 5ൻ്റെ സ്ക്വയർ പ്ലസ് 12ൻ്റെ സ്ക്വയർ ചെയ്താൽ നമുക്ക് 13ൻ്റെ സ്ക്വയർ കിട്ടും. 5, 12, 13 പൈതഗോറസ് നിയമം ശരിയാവുന്ന 3 സംഖ്യകളാണ് കേട്ടോ. 6, 8, 10 അത് ശരിയാവുന്നതാണ്. 3, 4, 5 അത് ശരിയാവുന്നതാണ്. അപ്പം ഇവിടെ അതല്ലാത്തത് 6, 15, 17 ആണ്.
ഓക്കെ. സോ പൈതഗോറസ് തിയറമാണ് അല്ലേ, നമ്മൾ പഠിക്കുന്നതല്ലേ. അതാണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ അവർ തന്നേക്കുന്നത്. അത് 3ഉം 4ഉം 5ഉം ആവുന്നത് ശരിയാകും, 6ഉം 8ഉം 10ഉം ആകുന്ന നിയമം ശരിയാകും, 5ഉം 12ഉം 13നും ആ നിയമം ശരിയാവും. ശരിയാവാത്ത ഓപ്ഷൻ ഡിയിൽ മാത്രമാണ്. അതായത് പൈതഗോറസ് തിയറം ശരിയാവാത്തത് കേട്ടോ. ഓക്കെ. 3:4:5 എന്ന റേഷ്യോയിൽ വരുന്നതിലെല്ലാം ഈ നിയമം ശരിയാകും. 3:4:5 എന്ന റേഷ്യോയിൽ വരുന്നതിലെല്ലാം ഈ നിയമം ശരിയാകും. 3:4:5 ശരിയാകും. ഈ റേഷ്യോയിലായാൽ എല്ലാത്തിലും ശരിയാകും കേട്ടോ. 3ഉം 4ഉം 5ഉം 3:4:5 റേഷ്യോയിലാണ്. 6ഉം 8ഉം 10ഉം 3:4:5 എന്ന റേഷ്യോയിലാണ്. 9, 12, 15 എന്ന് വന്നാലും അത് 3:4:5 കണ്ടോ. അപ്പോൾ 3:4:5 എന്ന റേഷ്യോയിൽ വരുന്നതിലെല്ലാം ഈ നിയമം ശരിയാകും കേട്ടോ. ഇനി 5, 12, 13 ഇത് എക്സെപ്ഷനാണ്, ഇതിലും ആ നിയമം ശരിയാകും. അതുപോലെ 8, 15, 17 ഇതിലും ഈ നിയമം ശരിയാകും. പൈതഗോറസ് നിയമം ശരിയാകും. 8, 15, 17 നമ്മൾ ഈ മട്ടത്രികോണങ്ങൾ പഠിക്കുമ്പം അതിൽ ഇത് ആവശ്യം വരുന്നതാണ്. ഓക്കെ. 6, 15, 17 ശരിയാവുകയില്ല, 8, 15, 17 ശരിയാകും. അപ്പോൾ ഇവിടെ ആൻസർ എന്തായാലും ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓക്കെ. ഈ വാല്യൂസൊക്കെ ഒന്ന് ഓർത്ത് വെക്കണേ. പൈതഗോറസ് തിയറം ശരിയാകുന്ന 1, 3, 4, 5 ആ റേഷ്യോയിൽ വരുന്ന എല്ലാത്തിലും ശരിയാകും. 3, 4, 5, 6, 8, 10, 9, 12, 15, 12, 16, 20 ആ റേഷ്യോയിൽ വരുന്ന എല്ലാത്തിലും ശരിയാകും. 5, 12, 13 ശരിയാകും. 8, 15, 17 ശരിയാകും കേട്ടോ. ശരി. അടുത്ത ചോദ്യം, √1.44 എത്ര അല്ലേ മക്കളെ? ദശാംശസംഖ്യയുടെ സ്ക്വയർ റൂട്ട് കാണാൻ ആദ്യം ദശാംശം മാറ്റിയിട്ട് സ്ക്വയർ റൂട്ട് കാണുക. റൂട്ട് 144 12. ചോദ്യത്തിൽ എത്ര പോയിൻ്റ് ഉണ്ടോ അതിൻ്റെ പകുതി ഉത്തരത്തിൽ ഇടുക. ചോദ്യത്തിൽ 2 പോയിൻ്റ്, ഉത്തരത്തിൽ 1 പോയിൻ്റ്. ആൻസർ 1.2. ഇനി -1⁻150 അല്ലേ ഇൻറ്റു √625 എത്ര അല്ലേ മക്കളെ? -1 പവർ ഓട് വന്നാൽ എപ്പോഴും ഉത്തരം -1ഉം, -1 പവർ ഈവൻ വന്നാൽ എപ്പോഴും ഉത്തരം 1ഉം ആയിരിക്കും. ഇവിടെ -1ൻ്റെ പവർ ഈവൻ അല്ലേ, അപ്പോൾ -1/150യുടെ ഉത്തരം 1ആണ്. √625 25ആണ്. സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി എന്ന് കിട്ടും, 25. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയോട് 2 കൂട്ടിയതിൻ്റെ വർഗം. ഒരു സംഖ്യയോട് 2 കൂട്ടിയതിൻ്റെ വർഗം. ഒരു സംഖ്യ എക്സ് എന്നെടുത്തു, അതിനോട് 2 കൂട്ടിയതിൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ അല്ലേ. ഇത് 36 ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ ആ സംഖ്യയായി വരാൻ സാധ്യതയുള്ളത് ഏതല്ലേ? അപ്പം x+2 ഒരു സംഖ്യയോട് 2 കൂട്ടിയതിൻ്റെ വർഗ്ഗമാണ് 36 എങ്കിൽ ആ സംഖ്യയായി വരാൻ സാധ്യതയുള്ളത്. ഒന്നുമില്ല മക്കളെ, സിമ്പിൾ അല്ലേ. ഈ എക്സ് 4 വന്നാലല്ലേ ശരിയാവത്തുള്ളൂ. 4 + 2 6, 6ൻ്റെ സ്ക്വയർ 36 അല്ലേ. അപ്പോൾ എക്സിൻ്റെ വില 4 വരണ്ടേ. അത് സിമ്പിളായിട്ട് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതല്ലേ. 4 വന്നാൽ 4 + 2 6, 6ൻ്റെ സ്ക്വയർ 36 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. -1 (121) ഇൻറ്റു √576 എത്ര? നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പഠിച്ചു. പഴയ വീഡിയോസ് എല്ലാം കണ്ടോണം, എൻ്റെ ഒപ്പം വന്നോണം കേട്ടോ. ഓക്കെ. -1 ഒരു ഓഡ് നമ്പർ വന്നാൽ ഉത്തരം എപ്പോഴും -1ഉം, -1 ഒരു ഈവൻ നമ്പർ ഇരട്ട സംഖ്യ വന്നാൽ ഉത്തരം എപ്പോഴും 1ഉം ആയിരിക്കും. അപ്പോൾ ഇവിടെ -1/121 എന്നല്ലേ മക്കളെ, ഇൻറ്റു √576 എന്നല്ലേ ചോദ്യം ആണ്. ഓക്കെ. അപ്പോൾ ഈ -1ൻ്റെ പവർ ഓഡ് നമ്പർ അല്ലേ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം -1 തന്നെ ആയിരിക്കുകയല്ലേ. -1ൻ്റെ പവർ ഓഡ് നമ്പർ വന്നാൽ ഉത്തരം -1 ആയിരിക്കുന്ന പഠിച്ച് ആണോ. ഇനി √576 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 24 അല്ലേ. 24ൻ്റെ സ്ക്വയറാണ് 576 അല്ലേ. √576 24 അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്ര കിട്ടും? -24 -1 × 24 -24 ആൻസർ. ചെയ്തത് വ്യക്തമാണോ എന്ന് നോക്കിക്കേ. √576 എന്ന് പറഞ്ഞാൽ 24 അല്ലേ. നമുക്കറിയാം -1/121 -1 കാരണം -1ൻ്റെ പവർ ഓട് വന്ന ഉത്തരം -1ഉം, -1ൻ്റെ പവർ ഇരട്ട സംഖ്യ വന്ന ഉത്തരം 1ഉം ആയിരിക്കും. അപ്പം -1 × 24
-24 എന്ന് കിട്ടും. നിങ്ങൾ 25 വരെയുള്ളതിൻ്റെ സ്ക്വയർ ഒന്ന് കാണാതെ പഠിച്ചാൽ നന്നായിരിക്കും കേട്ടോ. 24ൻ്റെ സ്ക്വയറാണ് 576, അല്ലെ സ്ക്വയർ റൂട്ട് ഓഫ് 576 24. ഇനി സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം, വലത് സൈഡിൽ നിന്ന് 2 സ്ഥാനം മാറ്റി മുറിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. ആ രീതിയിലും വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പക്ഷേ അറ്റ്ലീസ്റ്റ് 25 വരെയുള്ളതിൻ്റെ സ്ക്വയർ ഒന്ന് കാണാതെ പഠിക്കുക. 24ൻ്റെ സ്ക്വയർ 576 അല്ലേ, റൂട്ട് 576 എന്ന് പറഞ്ഞാൽ 24. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 22ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 8200 എന്ന സംഖ്യ ഒരു പൂർണ്ണവർഗമാകാൻ അതിനോട് കൂട്ടാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഇതേ പാറ്റേൺ ചോദ്യം ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം ഇത് പൂർണ്ണവർഗമല്ല. 8200 എന്ന് പറയുന്നത് ഒരു പൂർണ്ണവർഗം അല്ല. ഇത് പൂർണ്ണവർഗമാകാൻ ഇതിനോട് ഏത് കൂട്ടണം എന്നതാണ് ചോദ്യം. അപ്പോൾ ഓരോ ഓപ്ഷൻസ് എടുത്ത് കൂട്ടി നോക്കുകയല്ലേ മാർഗം. ആദ്യം 64 കൂട്ടാം. അപ്പോൾ 8200നോട് 64 കൂട്ടിയാൽ 8264 കിട്ടും അല്ലേ. ഇത് പൂർണ്ണവർഗമാണോ എന്ന് ചെക്ക് ചെയ്യണം. പൂർണ്ണവർഗമാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള മാർഗം 2 റൂളുണ്ട്. ഒന്നാമത്തെ റൂള് സംഖ്യയുടെ അവസാനത്തെ അക്കം 2, 3, 7, 8 ആവാൻ പാടില്ല. രണ്ടാമത്തെ നിയമം അക്കത്തുക 1947 ആവണം. അതായത് 1, 9, 4, 7 ആവണം എന്നർത്ഥം. ഇതൊക്കെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, പഴയ വീഡിയോസിലുണ്ട്, കണ്ടേക്കണം ബേസിക്സിൽ. ശരി, അപ്പോൾ ഇത് പൂർണ്ണവർഗമാണോ എന്ന് ചെക്ക് ചെയ്യുക. അവസാനത്തെ അക്കം 2, 3, 7, 8 വരാൻ പാടില്ല, ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഒന്നാമത്തേത് ശരിയായി. അക്കത്തുക 1, 9, 4, 7 ആവണം എന്ന് ആണ് രണ്ടാമത്തെ നിയമം. ഇതിൻ്റെ അക്കത്തുക കണ്ടേ മക്കളെ. അക്കത്തുക കാണുമ്പം 8ഉം 2ഉം 10, 10ഉം 10, 20. അക്കത്തുക 20 കിട്ടുന്നത്. 20 എന്ന് പറയുമ്പോൾ അക്കത്തുക വീണ്ടും 2 വരും. അക്കങ്ങളുടെ തുക 20. 8ഉം 2, 10, 6, 4, 10, 10ഉം 10, 20 അക്കങ്ങളുടെ തുക. അക്കത്തുക 20ൻ്റെ സംഖ്യകൾ വീണ്ടും കൂട്ടുമ്പോൾ കിട്ടുന്ന 2. അക്കത്തുക 2 വന്നാൽ പൂർണ്ണവർഗമാകില്ല. 1, 9, 4, 7 വരണം. അപ്പോൾ ഇത് പൂർണ്ണവർഗമല്ല. ശരി, ഓപ്ഷൻ ബിയിലേക്ക് വരാം. ഓപ്ഷൻ ബി ഏതാ മക്കളെ? 100 കൂട്ടിക്ക് 8200നോട് 100 കൂട്ടുമ്പം 8300 കിട്ടും. 8300 ഒരു പൂർണ്ണവർഗമാണോ? 8300 പൂർണ്ണവർഗമാണെന്ന് നോക്കാൻ നമുക്കറിയാം, ഈ പൂജ്യങ്ങൾ വരുന്ന കേസിൽ പൂർണ്ണവർഗമാണോ എന്നറിയാനുള്ള നിയമം, പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യ ആയിരിക്കണം, പൂജ്യം മാറ്റുമ്പോൾ ഉള്ള സംഖ്യ പൂർണ്ണവർഗമായിരിക്കണം. ഇതല്ലേ നിയമം? ഇവിടെ പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യ, പക്ഷേ പൂജ്യം മാറ്റിക്കളയുമ്പോൾ 83 വരുന്നത്. അതൊരു പൂർണ്ണവർഗമല്ല. അതുകൊണ്ട് ഈ സംഖ്യയും ഒരു പൂർണ്ണവർഗം അല്ല. ഇനി 154 കൂട്ടിക്ക്. ഓപ്ഷൻ സി 154 കൂട്ടുക. 8200നോട് 154 കൂട്ടുമ്പം 8354 കിട്ടും. ഇത് പൂർണ്ണവർഗമാണോ എന്ന് ചെക്ക് ചെയ്യണം. അവസാനത്തെ അക്കം 2, 3, 7, 8 ആവാൻ പാടില്ല. അപ്പോൾ അത് ഓക്കെ, ആയിട്ടില്ല. ഇനി അക്കത്തുക 1, 9, 4, 7 ആവണം. അക്കത്തുക കാണാൻ എളുപ്പമാർഗം എവിടെയെങ്കിലും 9 ഉണ്ടെങ്കിൽ വെട്ടിക്കളയാം എന്ന് പറഞ്ഞ് പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ 9 വെട്ടിക്കളയുമ്പോൾ 8, 3, 11. അക്കത്തുക കൂട്ടുമ്പോൾ 2 കിട്ടും. അക്കത്തുക 1, 9, 4, 7 വന്നാൽ മാത്രമേ പൂർണ്ണവർഗമാകുള്ളൂ. അപ്പോൾ ഓപ്ഷൻ സിയും ഒരു പൂർണ്ണവർഗമല്ല. ഓപ്ഷൻ ഡി നോക്കിക്കുക മക്കളെ. 81 കൂട്ടിക്ക് 82, 81 കിട്ടും. ഓപ്ഷൻ ഡി 81 കൂട്ടും അല്ലേ. ഇത് ഇവിടെ അവസാനത്തെ അക്കം 2, 3, 7, 8 ആവാൻ പാടില്ല, ആയിട്ടില്ല. അപ്പോൾ അത് സേഫ്. രണ്ടാമത്തേത് അക്കത്തുക ആണ്. 8ഉം 2ഉം 10, 10ഉം 8ഉം 18, 1ഉം 19 കിട്ടും. 19 വീണ്ടും കൂട്ടുമ്പോൾ 10 കിട്ടും. 10 വീണ്ടും കൂട്ടുമ്പോൾ 1 കിട്ടും അല്ലേ. അക്കത്തുക 1 വന്നാൽ അത് പൂർണ്ണവർഗമാകും. 1, 9, 4, 7 വന്നാൽ പൂർണ്ണവർഗമാകും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ പൂർണ്ണവർഗമാകാൻ കൂട്ടേണ്ട സംഖ്യ ഏതാ? ഓപ്ഷൻ ഡി 81 ഉത്തരം. ഇതേ പാറ്റേൺ ചോദ്യം നമ്മൾ പഴയ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അതേ ടൈപ്പ് ചോദ്യം എക്സാമിന് വീണ്ടും വന്നേക്കുന്നത് കേട്ടോ. ഓക്കെ, മുന്നോട്ട്. ഇത് നല്ല ചോദ്യമാണ്, നോട്ട് ചെയ്ത് വെക്കണം പ്രത്യേകം കേട്ടോ. ഓക്കെ, ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോണം. 3, 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗസംഖ്യ ഏത്? കണ്ടോ, 3, 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗസംഖ്യ. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ മക്കളെ ശ്രദ്ധിച്ച് കേട്ടേ,
3, 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ ഏത് എന്ന ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് 3, 4, 5, 6 അങ്ങോട്ട് എഴുതുക. എഴുതിയില്ലോ? ഇത് ക്ലിയർ അല്ലേ? ഇതിനെ നിങ്ങൾ അങ്ങോട്ട് ഫാക്ടറൈസ് ചെയ്യുക, ഘടകക്രിയ ചെയ്യുക. ഓക്കെ, 3 വെച്ച് ചെയ്യാമല്ലോ. 3ൽ 3 ഒരു തവണ, 4 അതേപടി ഇറക്കി എഴുതി, 5 അതേപടി ഇറക്കി എഴുതി, 6ൽ 3 2 തവണ. ഇനി 2 വെച്ച് ചെയ്യാമല്ലോ. 2 വെച്ച് ചെയ്യുമ്പം 1 അതേപടി ഇറക്കി എഴുതി, 4ൽ 2 2 തവണ, 5 അതേപടി ഇറക്കി എഴുതി, 2ൽ 2 1 തവണ. തീർന്നല്ലോ? തീർന്നു. അപ്പം ഇത്രയും മനസ്സിലായി. ഞാൻ ഫാക്ടറൈസ് ചെയ്ത് ഘടകക്രിയ ചെയ്ത് എഴുതി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പുറത്ത് കിടക്കുന്നതിനെല്ലാം പെയറാക്കണം. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 2ഉം 2ഉം ഒരു പെയറാണ്, ഓൾറെഡി പെയറാണ്, 2 എണ്ണം ഉണ്ട്. പക്ഷേ 3 ഒറ്റയ്ക്കല്ലേ മക്കളെ? 3 ഒറ്റയ്ക്കായതുകൊണ്ട് 3നെ പെയറാക്കാൻ ഇൻറ്റു ഒരു 3 ചെയ്തു. ഇപ്പം 3 പെയറായി. ഓക്കെ ആണോ? ഇനി 5 ഒറ്റയ്ക്കല്ലേ മക്കളെ? 5നെ പെയറാക്കാൻ ഇൻറ്റു ഒരു 5ഉം കൂടെ ചെയ്തു. ഓക്കെ ആണോ? യെസ്. അപ്പം ഞാൻ ഫാക്ടറൈസ് ചെയ്തു. അപ്പോൾ പുറത്ത് 3ഉം 2ഉം 2ഉം 5ഉം ഒക്കെ വന്നു. ഇതിനെല്ലാം പെയറുകളാക്കി. 2ഉം 2ഉം ഓൾറെഡി ഒരു പെയറാണ്, സെറ്റാണ്. 3 ഒറ്റയ്ക്കേ ഉള്ളൂ, പെയറാക്കാൻ ഇൻറ്റു 3 ചെയ്തു. 5 ഒറ്റയ്ക്കേ ഉള്ളൂ, പെയറാക്കാൻ ഇൻറ്റു 5 ചെയ്തു. ഇനി പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ അങ്ങ് ഗുണിക്കുന്നതായിരിക്കും ഉത്തരം. ഇവന്മാരെല്ലാം കൂടെ അങ്ങ് ഗുണിക്കുന്നതായിരിക്കും നമ്മുടെ ഉത്തരം. അതായത് 3 × 3 9, 2 × 2 4, 5 × 5 25, 25 × 4 × 9 25 × 4 100, 100 × 9 900 കിട്ടി മക്കളെ ആൻസർ. ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 900. അതായത് 3, 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ എന്ന് പറയുന്നത് 900 ആണ്. അപ്പോൾ ഈ ചോദ്യം പ്രത്യേകം നോട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുക. കുറച്ച് സംഖ്യകളെ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗം ഏതെന്ന് ചോദ്യം ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്ത് കുറേ അവസാനം വരെ ചെയ്യുക. എന്നിട്ട് പുറത്ത് കിടക്കുന്നതിനെല്ലാം പെയറാക്കുക. പെയറല്ലാത്തതിനെ പെയറാക്കാൻ ഏതുകൊണ്ട് ഗുണിക്കണം നോക്കുക. അത് ഗുണിച്ചെഴുതുക. എന്നിട്ട് പുറത്ത് കിടക്കുന്നവന്മാരെ എല്ലാം കൂടി അങ്ങ് ഗുണിക്കുന്നതായിരിക്കും ഉത്തരം. മനസ്സിലായല്ലോ? പഠിച്ച് വെച്ചോണം. മാത്സ് കാണാതെ പഠിക്കല്ല എന്ന് എല്ലാവരും പറയും. പക്ഷേ മാത്സും കാണാതെ തന്നെ പഠിക്കണം എന്ന് ഞാൻ പറയും. കാരണം ഒരു ചോദ്യം വന്നാൽ അത് ചെയ്യാനുള്ള മെത്തേഡ് പഠിച്ചോണം, എന്നാലേ എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 24ാമത്തെ ചോദ്യം. 6ഉം 4ൽ 1ൻ്റെ വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് എത്ര? ഓക്കെ, അപ്പോൾ 6ഉം 4ൽ 1 ഒരു മിശ്രഭിന്നമാണ്. അതിനെ വിഷമഭിന്നമാക്കുമ്പോൾ 6, 4 24, 1 25/4 എന്ന് കിട്ടും. അതിൻ്റെ റൂട്ട് കാണാനാണ്. 25/4ൻ്റെ റൂട്ട് കാണാൻ മുറിച്ച് എഴുതാം. √25/√4. √25 എന്ന് പറഞ്ഞാൽ 5 ആണ്. √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. 5/2 എന്ന് പറഞ്ഞാൽ 2.5 കണ്ടോ? ഇത് നിയമമായിട്ട് ഓർത്ത് വെക്കുക. √a/b ഇതിനെ നമുക്ക് √a/√b എന്ന് മുറിച്ചെഴുതാൻ പറ്റും. യെസ്, സംശയമൊന്നുമില്ല, വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ √25/4 മുറിച്ചെഴുതി √25/√4 കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. √2n അല്ലേ ഈക്വൽ ടു 1024 എങ്കിൽ എന്നിൻ്റെ വില എത്ര? മക്കളെ ഓർക്കുക, 2⁻1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2⁻2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 2⁻3 എന്ന് പറഞ്ഞാൽ 8 ആണ്. 2⁻4 എന്ന് പറഞ്ഞാൽ 16 ആണ്. 2⁻5 എന്ന് പറഞ്ഞാൽ 32 ആണ്. 2⁻6 എന്ന് പറഞ്ഞാൽ 64 ആണ്. 2⁻7 എന്ന് പറഞ്ഞാൽ 128 ആണ്. 2⁻8 എന്ന് പറഞ്ഞാൽ 256 ആണ്. 2⁻9 എന്ന് പറഞ്ഞാൽ 512 ആണ്. 2⁻10 എന്ന് പറയുന്നതാണ് 1024. കണ്ടോ? അപ്പോൾ ഇങ്ങനെ വരുമ്പം ഈ വാല്യൂസൊക്കെ ഒന്ന് ഓർത്തോണം കേട്ടോ. 1024 എനിക്ക് 2⁻10 എന്ന ബേസ് ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആണ്. ഇനി വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പഠിപ്പിക്കട്ടെ.
റൂട്ട് എന്ന് പറഞ്ഞ അർത്ഥം n⁻² എന്നാണ്. റൂട്ട് എന്നിൻ്റെ അർത്ഥം എന്താ? n⁻². കണ്ടോ? അപ്പോൾ റൂട്ട് 2ൻ്റെ അർത്ഥം എന്താ? 2⁻² എന്നാണ്. അപ്പോൾ റൂട്ടിൻ്റെ അർത്ഥം ⁻² എന്ന്. അപ്പോൾ റൂട്ട് 2ൻ്റെ അർത്ഥം ഇങ്ങനെയാണെങ്കിൽ എനിക്ക് 2⁻² എന്ന് എഴുതാലോ മക്കളെ? 2⁻² എന്ന് എഴുതാലോ? എഴുതാം. അപ്പോൾ റൂട്ട് 2ൻ്റെ അവിടെ 2⁻² എന്ന് എഴുതി. ഓൾ റേസ് ടു ആര് കിടപ്പുണ്ട്? n കിടപ്പുണ്ട്. 1024നെ 2⁻10 എന്ന് മുറിച്ച് എഴുതി, അല്ലെങ്കിൽ ചെറുതാക്കി സിംപ്ലിഫൈ ചെയ്ത് എഴുതി. ഓക്കെ, ഇനി മറ്റൊരു നിയമം പറയട്ടെ. a⁻m ഓൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ ആരാ? a⁻mn ആണ്. കണ്ടോ? a⁻m ഓൾ റേസ് ടു n, a⁻m പവറിൻ്റെ മുകളിൽ പവർ വന്നാൽ ഗുണിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, പവറിൻ്റെ മുകളിലല്ലേ പവർ വന്നേക്കുന്നേ, അപ്പോൾ അവ തമ്മിൽ ഗുണിക്കുമല്ലേ. അപ്പോൾ 2⁻1/2 ഇൻറ്റു n, അതായത് n/2 എന്ന് വരും. കണ്ടോ? 1/2 ഇൻറ്റു n, 1/2 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ n/2 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 2⁻10 എന്ന് കിട്ടും. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിച്ചേ, താഴ്വശം രണ്ടും ഒരേപോലെയല്ലേ? അപ്പം മുകൾ വശവും രണ്ടും ഒരേപോലെ ആവണ്ടേ? വേണ്ടേ? 2⁻n/2 2⁻10ന് തുല്യമാണ്. താഴെ രണ്ടും ബേസ് 2 അപ്പോൾ പവർ തുല്യമാവണ്ടേ? എന്നാലല്ലേ രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ തുല്യമാകത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ മക്കളെ? അതിൻ്റെ അർത്ഥം n/2 എന്ന് പറഞ്ഞാൽ 10ന് തുല്യമാണെന്ന്. അപ്പോൾ n = 2 അങ്ങോട്ട് പോകുമ്പോൾ 20 എന്ന് കിട്ടും. ഈ ചോദ്യത്തിൻ്റെ ആൻസർ മക്കളെ ഓപ്ഷൻ ബി ആണ്, 20. മനസ്സിലായോ? ഇത് രണ്ടും ബേസ്, ഇതതിൻ്റെ പവറുകൾ, ഇത് രണ്ടും തുല്യമാണെന്ന് പറഞ്ഞാൽ ബേസും പവറും എല്ലാം ഒരേപോലെ ആവണ്ടേ? അപ്പോൾ ഈ n/2 എന്ന് പറയുന്നത് 10ന് തുല്യമാവണ്ടേ? അപ്പോൾ n 20 ആവണ്ടേ? ശരി, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 26. ഈ മോഡലൊക്കെ നമ്മൾ ഒത്തിരി ചെയ്ത് പഠിച്ചതാണ്. √248 പ്ലസ് √51 പ്ലസ് √169. ഇത് അകത്തേക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യണ്ടേ? എന്നാലും നമുക്ക് ഷോർട്ടായിട്ട് ഇങ്ങനെ ചെയ്യാം. √169 എത്രയാണെന്ന് നോക്കുക. നമുക്കറിയാം 13. 13 51 കൂട്ടുക, അപ്പം 64 കിട്ടും. √64 എത്രയാണെന്ന് നോക്കുക, അത് 8 ആണ്. ഓക്കെ, 248 8 കൂട്ടുക, 256. √256 എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 16 മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നല്ല ചോദ്യമാണ്. √3.6 ഇൻറ്റു √6.4 എത്ര? ഓക്കെ അല്ലേ? ഇത് നമുക്ക് ഒരുമിച്ച് ഒരു റൂട്ടിൻ്റെ അകത്താക്കിയൊക്കെ ചെയ്യാം. ഞാനിങ്ങനെ ചെയ്യുവാണേ. മക്കളെ 3.6നെ 36/10 എഴുതാമല്ലോ. 36/10 അല്ലേ മക്കളെ 3.6 ഇൻറ്റു 6.4നെ √64/10 എഴുതാമല്ലോ മക്കളെ. 10 അല്ലേ? 64/10 അല്ലേ 6.4, 36/10 അല്ലേ 3.6. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഒബ്ജക്ഷൻ ഒന്നുമില്ലല്ലോ. ഇനി ഇവന്മാരെ ഒന്ന് ഒരുമിച്ച് റൂട്ടിൻ്റെ അകത്ത് ആക്കിക്കേ. അപ്പം 36/10 ഇൻറ്റു 64/10 എന്ന് കിട്ടി, ആണോ? ശരി, ഇനി അല്ലേ 36 ഇൻറ്റു 64 ബൈ √10 ഇൻറ്റു 10 100 എന്ന് കിട്ടും. കണ്ടോ? ഇനി √36 √64 8 √100 10 അല്ലേ? 6 48/10 4.8 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. ചെയ്തതൊന്നുകൂടെ ഞാൻ പറയട്ടെ. പല രീതിയിൽ ചെയ്യാവേ, ഞാനിങ്ങനെ ചെയ്തു എന്ന് മാത്രം. നോക്ക്, √33.6നെ √36/10 എന്ന് എഴുതി. √6.4നെ √64/10 എന്ന് എഴുതി. ഇനി എപ്പോഴും ഓർക്കുക, √a ഇൻറ്റു √bനെ ഒരുമിച്ച് √a ഇൻറ്റു b എന്ന് എഴുതാം. അതായത് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നതിനെ ഒരുമിച്ചാക്കി എഴുതാം. അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കിടന്ന ഇവന്മാരെ രണ്ടുപേരെ ഒരുമിച്ചാക്കി എഴുതി, വേറെ ഒന്നും ചെയ്തില്ല ഞാൻ.
കണ്ടോ? ഇനി √36 × √64 മുകളിൽ സെപ്പറേറ്റ് ആക്കി, താഴെ √10 × √10, അപ്പോൾ √100 എന്ന് എഴുതി അല്ലേ? ആണ്. √36 6, √64 8, വീണ്ടും സ്പ്ലിറ്റ് ആക്കി. √100 10 6 8 48/10 4.8 എന്ന് ആൻസർ കിട്ടും. ചെയ്തതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്ന് റൂളായിട്ട് ഓർത്ത് വെച്ചോ. √A × B എനിക്ക് മുറിച്ച് √A × √B എന്ന് എഴുതാം. അതുപോലെ തിരിച്ച് മുറിഞ്ഞ് കിടക്കുന്നതിന് ഒരുമിച്ചാക്കാം. ഇനി √A/B എന്നാണെങ്കിൽ ഇതിനെയും √A/√B എന്ന് മുറിച്ചെഴുതാം, അല്ലെങ്കിൽ മുറിഞ്ഞ് കിടക്കുന്നതിനെ ഒരുമിച്ചാക്കാം. സംശയമൊന്നുമില്ലല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ അല്ലേ? ആണ്. ഇനി ഇവിടെ വേണമെങ്കിൽ ഇത് സംശയമൊന്നുമില്ലല്ലോ, ക്ലിയർ ആണല്ലോ ചെയ്തതിൽ അല്ലേ? ഓക്കെ, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. √248 പ്ലസ് √52 പ്ലസ് √144 എത്ര? മുമ്പത്തെ പോലത്തെ അതേ പാറ്റേൺ അല്ലേ? നമുക്ക് അകത്തേക്ക് ചെയ്യാം. √144 12, 52 + 12 64, √64 8, 248 + 8 256, √256 16. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 16. 25 വരെയുള്ളതിന് സ്ക്വയർ പഠിക്കണേ. 256 എന്ന് പറയുമ്പോൾ അത് 16ൻ്റെ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റണം, അല്ലെങ്കിൽ നമുക്ക് സമയം പോകും മക്കളെ. ചെയ്ത് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും സമയം പോകും. അതുകൊണ്ട് അത് വന്നത് എങ്ങനെയാണെന്ന് പഠിച്ചോണം. 4210 ഒരു പൂർണ്ണവർഗമാക്കാൻ അതിനോടുകൂടി ഏത് സംഖ്യ കൂട്ടണം? മക്കളെ, ഇതേ പാറ്റേൺ ചോദ്യം മുന്നേയുള്ള വീഡിയോകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വന്നാൽ ഓപ്ഷൻസ് വെച്ച് കമ്പയർ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആണോ? ഇനി പൂർണ്ണവർഗമാണോ എന്നറിയാൻ 2 നിയമങ്ങൾ. ഒന്നാം നിയമം, സംഖ്യയുടെ അവസാനത്തെ അക്കം 2 3 7 8 ആവാൻ പാടില്ല. രണ്ടാമത്തെ നിയമം, അക്കത്തുക എന്ന് പറയുന്ന സാധനം 1947 ആയിരിക്കണം. 1 9 4 7 ആയിരിക്കണം. ഈ 2 നിയമങ്ങളാണ് നമ്മൾ പൂർണ്ണവർഗമാണോ എന്നറിയാൻ യൂസ് ചെയ്യാറുള്ളത്. ഇനി ഇവിടെ ഈ സാഹചര്യത്തിൽ ഞാൻ ഒരു നിയമവും കൂടെ പറയാം. അതായത് ഇങ്ങനൊരു നിയമവും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. സംഖ്യയുടെ അവസാന അക്കം 5 ആണെങ്കിൽ തൊട്ട് മുന്നത്തെ അക്കം 2 ആയിരിക്കണം. ഒരു പൂർണ്ണവർഗ സംഖ്യയുടെ അവസാന അക്കം 5 ആണെങ്കിൽ തൊട്ട് മുന്നേ ഉള്ള അക്കം 2 ആയിരിക്കണം. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഒരു സംഖ്യ പൂർണ്ണവർഗമാണോ എന്നറിയാൻ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അവസാനത്തെ അക്കം 5 ആണോ, അതിന് തൊട്ട് മുന്നത്തെ അക്കം 2 ആണെങ്കിലേ അത് പൂർണ്ണവർഗമാകുകയുള്ളൂ. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കാം. നമുക്ക് ഓപ്ഷൻസ് ഓരോന്ന് നോക്കാം. 5 കൂട്ടി നോക്കാം പൂർണ്ണവർഗമാകുമെന്ന്. അപ്പം 4215 എന്ന് വരും. വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇത് പൂർണ്ണവർഗമല്ല. കാരണം അവസാനത്തെ അക്കം 5 ആണെങ്കിൽ തൊട്ട് മുന്നത്തെ അക്കം, അവസാനത്തെ അക്കം 5 ആണെങ്കിൽ തൊട്ട് മുന്നത്തെ അക്കം 2 ആയിരിക്കണം പൂർണ്ണവർഗമാകണമെങ്കിൽ. ഇവിടെ 1 അല്ലേ, അതുകൊണ്ട് പൂർണ്ണവർഗമല്ല. ഇനി 25 കൂട്ടാം 4235 എന്നാവും അല്ലേ മക്കളെ? ഇതും പൂർണ്ണവർഗമല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ പറയാം. കാരണം അവസാനത്തെ അക്കം 5 ആണെങ്കിൽ തൊട്ട് മുന്നത്തെ അക്കം 2 ആയിരിക്കണം പൂർണ്ണവർഗമാണെങ്കിൽ. ഇവിടെ 3 പൂർണ്ണവർഗമല്ല. മൂന്നാമത്തെ നോക്കാം. 15 കൂട്ടിയാൽ 4225 എന്ന് വരും അല്ലേ? ഇവിടെ അവസാനത്തെ അക്കം 5 ആണ്, തൊട്ട് മുന്നത്തെ അക്കം 2 ആണ്. അപ്പോൾ ആ നിയമം ശരിയായി. ഇനി ഒന്നാമത്തെ നിയമം, അവസാനത്തെ അക്കം 2 3 7 8 ആവാൻ പാടില്ല, ആയിട്ടില്ല. രണ്ടാമത്തെ നിയമം, അക്കത്തുകയും കൂടെ നോക്കാം. അക്കത്തുക 1 9 4 7 ആയിരിക്കണം. ഇതിൻ്റെ അക്കത്തുക കണ്ടുപിടിച്ച മക്കളെല്ലാം കൂട്ടിക്കേ. 4 4 8 8 5 13 13 1 3 4. ഇതിൻ്റെ അക്കത്തുക 4 അല്ലേ? അക്കത്തുക 4 വന്നാൽ അതൊരു പൂർണ്ണവർഗമാകും എന്നല്ലേ പഠിച്ചേക്കുന്നേ? അപ്പോൾ ഇതിൽ പൂർണ്ണവർഗമാകാൻ കൂട്ടേണ്ടത് ഏതാ മക്കളെ? കൂട്ടേണ്ടത് 15 ആണ്. 15 കൂട്ടിയാൽ 4210 എന്ന സംഖ്യ ഒരു പൂർണ്ണവർഗമാകും. എങ്ങനെ കണ്ടുപിടിച്ചു? 1-2 കാര്യങ്ങൾ നോക്കി. ഒന്നാമത്തെ നിയമം നോക്കി. 2 3 7 8 അവസാന അക്കം വരാൻ പാടില്ല. ഓക്കെ, അവസാനമൊക്കെ 5 വന്നാൽ തൊട്ട് മുന്നത്തെ അക്കം 2 ആയിരിക്കണം, അത് ശരിയായി. ഇനി അക്കത്തുക 1 9 4 7 ആയിരിക്കണം, അക്കത്തുക 4 ആണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ്, 15. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1000ൻ്റെ വർഗത്തിൽ
1 കഴിഞ്ഞ് എത്ര പൂജ്യം ഉണ്ടാകും? മക്കളെ, 1000ൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ 1000ൻ്റെ സ്ക്വയർ എന്ന അർത്ഥം. 1000ൻ്റെ സ്ക്വയറിൽ 1 കഴിഞ്ഞ് എത്ര പൂജ്യം ഉണ്ടായിരിക്കുന്നു? 1000ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1000 ഇൻറ്റു 1000 എന്നല്ലേ മക്കളെ? എത്രയായത്? 1 എത്ര പൂജ്യം? 6 പൂജ്യം. ഇതല്ലേ 1000ൻ്റെ വർഗ്ഗം. അപ്പോൾ 1 കഴിഞ്ഞ് എത്ര പൂജ്യം കാണും മക്കളെ? 1 കഴിഞ്ഞ് 6 പൂജ്യം കാണും. ശരി, 31ാമത്തെ ചോദ്യം. √x പ്ലസ് √64 = 9.1 ആണെങ്കിൽ എക്സ് കാണണം. √x പ്ലസ് √64 8ആണെന്നറിയാം, = 9.1 എന്ന് കിട്ടി അല്ലേ? അപ്പം √x = 8 ആ സൈഡിലേക്ക് പോകുമ്പോൾ 9.1 - 8 എന്ന് വരും, = 1.1 എന്ന് കിട്ടും. അപ്പോൾ √xൻ്റെ വില കുഞ്ഞുങ്ങളെ നമുക്ക് 1.1 എന്ന് കിട്ടി. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, √x 1.1. നമുക്കറിയാം ഈ 1.1ന് സ്ക്വയർ കാണുന്നതായിരിക്കും എക്സിൻ്റെ വില അല്ലേ? എക്സിന് ശ്രദ്ധിച്ചേ മക്കളെ, എക്സിന് റൂട്ട് എടുത്താൽ 1.1 കിട്ടും. 1.1ന് സ്ക്വയർ എടുത്താൽ എക്സ് കിട്ടും. അങ്ങനെയല്ലേ? എക്സിന് റൂട്ട് എടുത്താൽ 1.1 കിട്ടും, 1.1ന് സ്ക്വയർ എടുക്കുന്നതായിരിക്കും എക്സ്. അങ്ങനെയല്ലേ? ഞാൻ പറഞ്ഞുതരാം, എക്സാമ്പിൾ കാണിക്കാം. √16 എത്രയാ? 4 അല്ലേ? ആണോ? അതായത് നിങ്ങൾ നോക്കിക്കേ, 16ന് റൂട്ട് എടുത്താൽ 4 കിട്ടും, 4ന് സ്ക്വയർ എടുത്താൽ 16 കിട്ടും. അങ്ങനെയല്ലേ? അപ്പം 1.1ൻ്റെ സ്ക്വയർ അല്ലേ എക്സ്? 1.1ൻ്റെ സ്ക്വയർ എത്രയാ? 11ൻ്റെ സ്ക്വയർ 121. ഇവിടെ ചോദ്യത്തിൽ 1 പോയിൻ്റ്, ഉത്തരത്തിൽ 2 പോയിൻ്റ് ഇടണം. സോ 1.21 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വില എത്ര കിട്ടി കുഞ്ഞുങ്ങളെ? 1.21 ആൻസർ. ഓക്കെ അല്ലേ? ശരി, എനിക്ക് സ്പീഡൊക്കെ കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ആവേശം കൂടുമ്പോൾ ചിലപ്പോൾ സ്പീഡൊക്കെ കൂടുവേ. അപ്പോൾ മനസ്സിലാവുന്നില്ല, സ്പീഡ് കൂടുതലൊക്കെയാണ് എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് നെഗറ്റീവായിട്ടുള്ള സജഷൻസ് ആണെങ്കിലും കമൻറ്റ് ചെയ്യണം, അതിനെന്താ ഒരു കുഴപ്പമില്ല. ബെറ്റർ ആക്കുക, നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ അത് എന്തെങ്കിലും മോശമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനത് കുറച്ചുകൂടെ ബെറ്ററാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. ശരി, അടുത്തത് 32. √1764 എത്ര? സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ബേസിക് 1 എന്ന് പറഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഞാൻ വലിച്ചുവാരി പറയണില്ല. ആ വീഡിയോ കാണാത്തവർ ഇത് കണ്ടിരിക്കണം കേട്ടോ. നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ കാണാം അതിൽ കേട്ടോ. സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ബേസിക് 1 എന്ന് പറഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. ശരി, അപ്പോൾ ആദ്യം സ്ക്വയർ റൂട്ട് കാണാൻ വലത് സൈഡിൽ നിന്ന് 2 സ്ഥാനം മാറ്റി മുറിച്ചു. 17ന് മുന്നേ ഉള്ള പൂർണ്ണ വർഗ്ഗം ഏതാണെന്ന് നോക്കണം. 16 ഏതിൻ്റെയാണ്? 4ൻ്റെ. ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം 4. ഉത്തരത്തിൻ്റെ രണ്ടാം ഭാഗം കണ്ടുപിടിക്കാൻ ഇവിടെ അവസാനിച്ചേക്കുന്നത് 4ല്ല. ഏതിൻ്റെയൊക്കെ സ്ക്വയറാണ് 4ൽ അവസാനിക്കുന്നതെന്ന് നോക്കുക. ഏതിൻ്റെയൊക്കെ സ്ക്വയറാണ് മക്കളെ 4ൽ അവസാനിച്ചേക്കുന്നത്? 2ൻ്റെ സ്ക്വയറും 4ൽ അവസാനിക്കും, 8ൻ്റെ സ്ക്വയറും 4ൽ അവസാനിക്കും. ആണോ? അപ്പം 4ൽ അവസാനിച്ചേക്കുന്നത് 2ൻ്റെയും 8ൻ്റെയും സ്ക്വയറാണ്. അതുകൊണ്ട് സെക്കൻഡ് ഡിജിറ്റ് 2 അല്ലെങ്കിൽ 8 വരാം. ഉത്തരം 42 അല്ലെങ്കിൽ 48 ആണ്. ഇതിലേതാണെന്ന് കണ്ടുപിടിക്കാൻ ഇടയ്ക്കത്തെ 45ൻ്റെ സ്ക്വയർ കാണണം മക്കളെ. 45ൻ്റെ സ്ക്വയർ 4ൻ്റെ സ്ക്വയർ 45ൻ്റെ സ്ക്വയർ കാണാൻ നമ്മൾ പഠിച്ചു. 5ൽ അവസാനിക്കുന്നതിൻ്റെ സ്ക്വയർ കാണാൻ 4 × 5 ഗുണിക്കുക, 4 20, അതിൻ്റെ കൂടെ 25 ചേർത്ത് ചെയ്ത് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. 5ൽ അവസാനിക്കുന്നതിൻ്റെ സ്ക്വയർ കാണാൻ 4ഉം അത് കഴിഞ്ഞ് വരുന്ന കോൺസിക്യൂട്ടീവ് നമ്പർ 5, 4 × 5 20, 25 അല്ലേ? അപ്പം 45ൻ്റെ സ്ക്വയർ 2025. ആണോ മക്കളെ? ഇത് 45ൻ്റെ സ്ക്വയർ 2025. ഇത് 1764 അല്ലേ? അതിലും ചെറിയ സംഖ്യയല്ലേ? അപ്പോൾ ചെറിയ സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും. സോ ഏതിൻ്റെ സ്ക്വയർ ആയിരിക്കും? 42ൻ്റെ സ്ക്വയർ. 45ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2025. ഇത് 1764 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് 45നേക്കാൾ ചെറിയ സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും. ഉത്തരം 42ൻ്റെ സ്ക്വയറാണ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി 42 കേട്ടോ. അടുത്ത ചോദ്യം ക്രിയ ചെയ്യുക. √2.25 × √2
0.64 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 0.16 അല്ലേ. ആദ്യം ഇതിൽ ഓരോന്നിൻ്റെ വില കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് 2.25 എത്രയാണ് മക്കളെ? ദശാംശ സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് കാണാൻ ആദ്യം ദശാംശം മാറ്റിയിട്ട് സ്ക്വയർ റൂട്ട് കാണുക. സ്ക്വയർ റൂട്ട് ഓഫ് 225 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 15 അല്ലേ. ഇനി ചോദ്യത്തിൽ 2 പോയിൻ്റ്, ഉത്തരത്തിൽ 1 പോയിൻ്റ് ഇടുക. സോ ആൻസർ 1.5 അതിൻ്റെ റൂട്ടിൻ്റെ വില അല്ലേ. ഇനി റൂട്ട് ഓഫ് 0.64 എത്രയാണ്? റൂട്ട് 64.8. ചോദ്യത്തിൽ 2 പോയിൻ്റ്, ഉത്തരത്തിൽ 1 പോയിൻ്റ് ഇട്ടു. ഓക്കെ. ഇനി റൂട്ട് ഓഫ് 0.16 എത്രയാണ്? റൂട്ട് 16.4 ചോദ്യത്തിൽ 2 പോയിൻ്റ്, ഉത്തരത്തിൽ 1 പോയിൻ്റ് അല്ലേ. ഞാൻ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം മക്കളെ റൂട്ട് 2.25 1.5 ആണ് ഇൻറ്റു ഇത് 0.8 ആണ് ഡിവൈഡ് ബൈ റൂട്ട് 0.16 എന്ന് പറഞ്ഞാൽ 0.4 ആണ് അല്ലേ. ദശാംശ സംഖ്യകൾ ഹരിക്കാൻ ഇനി എന്ത് ചെയ്യണം? ദശാംശസംഖ്യകൾ ഹരിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഭിന്നസംഖ്യകളൊക്കെ ചെയ്തപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ എല്ലാം പോയിൻ്റ് കളഞ്ഞ് എഴുതുക. 15 × 8/4. അടുത്ത സ്റ്റെപ്പ് മുകളിലത്തെയും താഴത്തെയും പോയിൻ്റുകൾ എണ്ണി നോക്കുക. ഇവിടെ 1 ആകെ 2 പോയിൻ്റുകളുണ്ട്. ഇവിടെ ആകെ 1 പോയിൻ്റേ ഉള്ളൂ. മുകളിൽ 2 സ്ഥാനം പോയിൻ്റുകളുണ്ട്, താഴെ 1. എവിടെയാണ് പോയിൻ്റ് കുറവുള്ളത് അവിടെ അത്രയും 0 ചേർക്കണം. താഴെയാണ് 1 പോയിൻ്റ് കുറവ്. മുകളിൽ 2 പോയിൻ്റ്, താഴെ 1 പോയിൻ്റ്. താഴെ 1 പോയിൻ്റ് കുറവുണ്ട്, അതുകൊണ്ട് താഴെ 1 0 ചേർക്കണം അല്ലേ. അതായത് താഴെ മാത്രം 10 കൊണ്ട് ഗുണിക്കണം അല്ലേ. മുകളിലത്തെയും താഴത്തെയും പോയിൻ്റുകൾ എണ്ണി നോക്കി എവിടെയാണോ കുറവുള്ളവർക്ക് അത്രയും 0 ചേർത്ത് അല്ലേ. എന്നിട്ട് സോൾവ് ചെയ്യുന്ന ഉത്തരം ഇതൊന്നും വെട്ടിപ്പോയി 2. 15 × 2 30/10 എന്ന് വരും മക്കളെ. ആൻസർ 3 കിട്ടും. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. റൂട്ട് ഓഫ് 0.0064 ദശാംശ സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് കാണാൻ ആദ്യം സാധാരണ ദശാംശം കളഞ്ഞിട്ട് സ്ക്വയർ റൂട്ട് കാണാം. സ്ക്വയർ റൂട്ട് ഓഫ് 64 8 ആണ്. ചോദ്യത്തിൽ എത്ര പോയിൻ്റ് ഉണ്ടോ അതിൻ്റെ പകുതി ഉത്തരത്തിൽ ഇടുക. ചോദ്യത്തിൽ 4 പോയിൻ്റ്, ഉത്തരത്തിൽ 2 പോയിൻ്റ്, 0.08. അടുത്ത ചോദ്യം റൂട്ട് ഓഫ് 10.89 എത്ര അല്ലേ. റൂട്ട് ഓഫ് 10.89. ആദ്യം ദശാംശസംഖ്യകളുടെ സ്ക്വയർ റൂട്ട് കാണാൻ ആദ്യം പോയിൻ്റ് കളഞ്ഞിട്ട് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. പോയിൻ്റ് കളയുമ്പം റൂട്ട് ഓഫ് 1089 എന്ന് വരും. ഇനി 1089ൻ്റെ സ്ക്വയർ റൂട്ട് കാണണം. അതിന് വലത് സൈഡിൽ നിന്ന് 2 സ്ഥാനം മാറ്റി മുറിച്ചു. 10 മുന്നേ ഉള്ള പൂർണ്ണവർഗ്ഗം 9 ആണ്, അത് 3ൻ്റെ ആണ്. ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം 3. 9 അവസാനിക്കുന്നത് ഒന്ന് 3ൻ്റെ സ്ക്വയറും ഒന്ന് 7ൻ്റെ സ്ക്വയറും ആണ്. അപ്പോൾ സെക്കൻഡ് ഡിജിറ്റ് 3 അല്ലെങ്കിൽ 7 വരാം. ഉത്തരം 33 37 ആണ്. ഇതിൻ ഏതെന്ന് കണ്ടുപിടിക്കാൻ ഇടയ്ക്കത്തെ 35ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. 3 × 4 12 25 കിട്ടും അല്ലേ. 35ൻ്റെ സ്ക്വയർ 12 25 ആണെങ്കിൽ 1089 അതിൽ ചെറിയൊരു സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും. അതുകൊണ്ട് 33ൻ്റെ സ്ക്വയർ അല്ലേ. അപ്പം എനിക്ക് മനസ്സിലായി റൂട്ട് ഓഫ് 1089 എന്ന് പറഞ്ഞാൽ 33 ആണ്. ഇവിടെ ചോദ്യത്തിൽ 2 പോയിൻ്റ് ഉണ്ടായിരുന്നു, ഉത്തരത്തിൽ 1 പോയിൻ്റ് ഇടണം. ആൻസർ 3.3 എന്ന് കിട്ടും. റൂട്ട് ഓഫ് 28,900 എത്ര എന്ന് കണ്ടുപിടിക്കണം അല്ലേ. നമുക്കറിയാം റൂട്ട് 289 എത്രയാണ് മക്കളെ? 17 ആണ്. 17ൻ്റെ സ്ക്വയർ ആണ് 289. അപ്പോൾ റൂട്ട് 289 17 അല്ലേ. അപ്പോൾ ഇവിടെ 2 പൂജ്യം കൂടെ ഉള്ളത് കൊണ്ട് ഇത് 170 അല്ലേ ഇതിൻ്റെ ഉത്തരം. 289ൻ്റെ 17, 2 പൂജ്യം കൂടെ ഉള്ളത് കൊണ്ട് ഉത്തരത്തിൽ 1 പൂജ്യം വരും. 170 ആണ്. സോ റൂട്ട് ഓഫ് 289 2 പൂജ്യം എന്നതിൻ്റെ ഉത്തരം നമുക്ക് 170 എന്ന് കിട്ടും. അടുത്ത ചോദ്യം റൂട്ട് ഓഫ് 1.4641 എത്ര അല്ലേ. ഇത് ചെയ്യാൻ നമുക്കറിയാം ദശാംശ സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ട പരിപാടി ദശാംശം മാറ്റി എഴുതുക. അപ്പോൾ എങ്ങനെ വരും? 14,641 വരും അല്ലേ. ഇനി നമുക്കറിയാം ഈ വില ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് റൂട്ടിൻ്റെ അകത്ത് എത്ര പോയിൻ്റ് ഉണ്ടോ അതിൻ്റെ പകുതി പോയിൻ്റ് ഉത്തരത്തിലേക്ക് ഇടണം. അങ്ങനെയല്ലേ ചെയ്തേ. അപ്പോൾ ആദ്യം റൂട്ട് 14,641 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി വലത് സൈഡിൽ നിന്ന് 2 സ്ഥാനം മാറ്റി മുറിച്ചു. 144 മുന്നേയുള്ള പൂർണ്ണവർഗ്ഗം 146 മുന്നേയുള്ള പൂർണ്ണവർഗ്ഗം 144 ആണ്.
ഏതിൻ്റെ? 12ൻ്റെ സ്ക്വയറാണത് അല്ലേ. അപ്പം 144 12ൻ്റെ വർഗ്ഗമാണ്. ഓക്കെ, ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം 12. രണ്ടാം ഭാഗം കിട്ടാൻ ഇവിടെ 1-ൽ അവസാനിച്ചേക്കുന്നത് ഏതിൻ്റെയൊക്കെ സ്ക്വയറാണ് 1-ൽ അവസാനിക്കുന്നത് നോക്കുക. 1ൻ്റെയും 9ൻ്റെയും അല്ലേ. സോ ഉത്തരം 121 129 വരാം. ഓക്കെ, നടുക്കത്തെ 125ൻ്റെ കണ്ടുപിടിക്കാം അല്ലേ. നടുക്കത്തെ 125ൻ്റെ കണ്ടുപിടിക്കുമ്പം 125ൻ്റെ കാണാൻ 12 × 13 156 25 കിട്ടും. യെസ്, ഇത് 146 41 അതിൽ കുറവല്ലേ. അപ്പോൾ ചെറിയ സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും. ഏതിൻ്റെ? 121ൻ്റെ സ്ക്വയറാണ്. ഓക്കെ, അപ്പം ഇത് 121ൻ്റെ സ്ക്വയറാണ്. ഏത്? √14 641 എന്ന് പറഞ്ഞാൽ 121 അല്ലേ. ഇനി ഇവിടെ ചോദ്യത്തിൽ 4 പോയിൻ്റ് ഉള്ളതുകൊണ്ട് ഉത്തരത്തിൽ 2 പോയിൻ്റ് ഇടണം. സോ ആൻസർ 1.21 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ബി ആണ് മക്കളെ കറക്റ്റായിട്ട് വരുന്നത്. മുന്നോട്ട് ചെയ്യാം. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? ഓക്കെ, ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ 25 3 0 അല്ലേ. ഇത് പൂർണ്ണവർഗമല്ല. 25,000 ഒരു പൂർണ്ണവർഗമല്ല. കാരണം എന്താ? പൂജ്യങ്ങളൊക്കെ വരുന്ന കേസിൽ നമ്മൾ പഠിച്ച റൂള് പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യ ആയിരിക്കണം, പൂജ്യം മാറ്റുമ്പോഴുള്ള സംഖ്യ പൂർണ്ണവർഗമായിരിക്കണം. ഇവിടെ പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യയാണോ? അല്ല. അതുകൊണ്ട് ഇതൊരു പൂർണ്ണവർഗമല്ല. ശരി, രണ്ടാമത്തെ ഓപ്ഷൻ ബി പൂർണ്ണവർഗമാണോ ചെക്ക് ചെയ്യാം. 0.016 ആണ്. ഇതും ഒരു പൂർണ്ണവർഗമല്ല. കാരണം എന്താ? ദശാംശ സംഖ്യകൾ വരുന്ന കേസിൽ പൂർണ്ണവർഗമാകണമെങ്കിൽ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യ ആയിരിക്കണം. ഇവിടെ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യയല്ല. അതുകൊണ്ട് ഇതും പൂർണ്ണവർഗമല്ല. ഓപ്ഷൻ സി 9 2 0 900. 900 ഒരു പൂർണ്ണവർഗമാണ്. കാരണം പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യ എന്ന നിയമം ശരിയാകുന്നുണ്ട്. പൂജ്യം മാറ്റുമ്പോഴുള്ള സംഖ്യ പൂർണ്ണവർഗം എന്ന നിയമവും ശരിയാകുന്നുണ്ട്. സോ ഓപ്ഷൻ സി ആണ് ഇതിൽ പൂർണ്ണവർഗമായിട്ടുള്ളത്. ഓപ്ഷൻ ഡി പൂർണ്ണവർഗമല്ല. 36 5 0 പൂജ്യങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യ. പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യ വന്നാലേ പൂർണ്ണവർഗമാകത്തുള്ളൂ. നമ്മൾ പഠിച്ച് ഓർക്കുന്നില്ലേ? പൂജ്യങ്ങൾ കുറേ വരുന്ന കേസിൽ പൂർണ്ണവർഗമാകാൻ പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യ ആയിരിക്കണം, പൂജ്യം മാറ്റുമ്പോൾ സംഖ്യ പൂർണ്ണവർഗമായിരിക്കണം. ദശാംശസംഖ്യ വരുന്ന കേസിൽ പൂർണ്ണവർഗമാകാൻ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യ ആയിരിക്കണം, ദശാംശം മാറ്റുമ്പോൾ സംഖ്യ പൂർണ്ണവർഗമായിരിക്കണം. സാധാരണ സംഖ്യകൾ പൂർണ്ണവർഗമാകാൻ അവസാനത്തേക്കാൻ 2 3 7 8 ആവാൻ പാടില്ല. അക്കത്തുക 1 9 4 7 ആയിരിക്കണം. ഈ നിയമങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത് ബേസിക് വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബേസിക് വീഡിയോ 2-ൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി എക്സ്പ്ലനേഷൻ വീണ്ടും പറയാത്തത്. ശരി, അടുത്ത ചോദ്യം √0.0081 അല്ലേ. ആദ്യം √81 കണ്ടുപിടിക്കണം. എത്രയാണ് മക്കളെ? അത് 9. ചോദ്യത്തിൽ 4 പോയിൻ്റ്, ഉത്തരത്തിൽ 2 പോയിൻ്റ് ഇടണം. ആൻസർ 0.09 എന്ന് കിട്ടും. എളുപ്പമാണ്. അടുത്ത ചോദ്യം 154ൻ്റെ സ്ക്വയറിൻ്റെ വില കണ്ടുപിടിക്കുന്നതിന് 153ൻ്റെ സ്ക്വയറിൻ്റെ വിലയോടെ എത്ര കൂട്ടണം? മക്കളെ ഇതൊന്ന് നോട്ട് ചെയ്യണേ. ഇത് SCERTയിലെ ഒരു ഫാക്റ്റാണ് കേട്ടോ. ഓക്കെ, അതായത് മക്കളെ ഒരു സംഖ്യയുടെ വർഗം കാണാൻ തൊട്ട് മുന്നേ ഉള്ള സംഖ്യയുടെ വർഗത്തോട് ആ സംഖ്യയും തൊട്ട് മുന്നേ ഉള്ള സംഖ്യയും കൂട്ടിയാൽ മതി. ഇങ്ങനൊരു നിയമമുണ്ട്. ഒന്നുകൂടെ പഠിച്ചേ, ഒന്നുകൂടെ കേട്ടേ, എഴുതി വെച്ച്. ഒരു സംഖ്യയുടെ വർഗം കാണാൻ തൊട്ട് മുൻപുള്ള സംഖ്യയുടെ വർഗത്തോട് ആ സംഖ്യയും തൊട്ട് മുന്നേ ഉള്ള സംഖ്യയും കൂട്ടിയാൽ മതി. ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ വേഗം മനസ്സിലാവും. മക്കളെ 5ൻ്റെ വർഗം കാണാൻ, ഒരു സംഖ്യയുടെ വർഗം കാണാൻ എന്ത് ചെയ്യണം? ആ സംഖ്യയുടെ തൊട്ട് മുന്നേ ഉള്ള സംഖ്യയുടെ വർഗത്തോട്, അതായത് തൊട്ട് മുന്നേ ഉള്ള സംഖ്യ 4, 4ൻ്റെ വർഗത്തോട് ആ സംഖ്യയും അതായത് 5ഉം തൊട്ട് മുന്നേ ഉള്ള സംഖ്യയും 4ഉം കൂട്ടിയാൽ മതിയെന്ന്. ശരിയായോ നോക്കിയേ. കണ്ടോ 25 കിട്ടിയത്? കണ്ടോ ഒന്നുകൂടെ പറയട്ടെ. ഒരു സംഖ്യയുടെ വർഗം കാണാൻ, 5ൻ്റെ വർഗം കാണാൻ തൊട്ട് മുന്നേ ഉള്ള സംഖ്യയുടെ വർഗത്തോട് ആ സംഖ്യയും അതായത് 5ഉം അതിന് തൊട്ട് മുന്നേ ഉള്ള സംഖ്യയും കൂട്ടിയാൽ മതിയെന്ന്. കണ്ടോ? അപ്പോൾ 5ൻ്റെ സ്ക്വയർ ഈസിക്കൽ 4ൻ്റെ സ്ക്വയർ പ്ലസ് 5 പ്ലസ് 4 എന്ന് കിട്ടിയില്ലേ? കണ്ടോ? അതാണ് നോട്ട്. ഒന്നുകൂടെ പറയട്ടെ. ഒരു സംഖ്യയുടെ വർഗം കാണാൻ തൊട്ട് മുൻപുള്ള സംഖ്യയുടെ വർഗത്തോട് ആ സംഖ്യയും തൊട്ട് മുന്നേ ഉള്ള സംഖ്യയും കൂട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ മക്കളെ
154 വർഗം കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 153 വർഗത്തോട് എന്തൊക്കെ കൂട്ടണം? 153 154 കൂട്ടണം. കണ്ടോ? അപ്പോൾ ചോദ്യം നോക്കിയേ, 154 വില കണ്ടുപിടിക്കുന്നതിന് 153 വിലയോട് എത്ര കൂട്ടണം എന്ന് ചോദിച്ചാൽ ആൻസർ 153 154 കൂട്ടണം. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. കണ്ടോ? ഇതൊക്കെ SCERT ഫാക്ട്സ് ആണേ, ശ്രദ്ധിച്ച് പഠിച്ചോണം. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ എന്താ നമ്മുടെ നോട്ട്? ഒരു സംഖ്യയുടെ വർഗ്ഗം കാണാൻ തൊട്ട് മുന്നേ ഉള്ള സംഖ്യയുടെ വർഗ്ഗത്തോട് ആ സംഖ്യയും തൊട്ട് മുന്നേ ഉള്ള സംഖ്യയും കൂട്ടിയാൽ മതി. കണ്ടോ? 154 വർഗ്ഗം കാണാൻ 153 വർഗ്ഗത്തോട് ആ സംഖ്യയും തൊട്ട് മുന്നേ ഉള്ള സംഖ്യയും കൂട്ടിയാൽ മതി. ആ സംഖ്യ എന്ന് പറഞ്ഞാൽ 154, തൊട്ട് മുന്നേ ഉള്ള സംഖ്യ 153 കൂട്ടിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു തോട്ടത്തിൽ 3249 തെങ്ങുകൾ ഒരേ അകലത്തിൽ നിരയായും വരിയായും നട്ടിരിക്കുന്നു. നിരയുടെ എണ്ണവും വരിയുടെ എണ്ണവും തുല്യമാണെങ്കിൽ ഒരു വരിയിൽ എത്ര തെങ്ങുകൾ ഉണ്ട്? ഓക്കെ, എങ്ങനെ ചെയ്യും മക്കളെ? അതായത് നോക്കിയേ, ഞാനേ 9 തെങ്ങുകൾ വരിയായും നിരയായും നട്ടിരിക്കുന്നു. വരിയുടെ എണ്ണവും നിരയുടെ എണ്ണവും തുല്യമാണ്, ശരിയല്ലേ? എത്ര തെങ്ങുകളുണ്ട്? 9 തെങ്ങുകൾ ആകെയുണ്ട്. ഞാൻ ഒരേ അകലത്തിൽ വരിയായും നിരയായും നട്ടിരിക്കുന്നു. വരിയുടെ എണ്ണവും നിരയുടെ എണ്ണവും തുല്യമാണ്. ക്ലിയർ ആണല്ലോ? എങ്കിൽ ആകെ എത്ര തെങ്ങുകൾ? നമുക്കറിയാം 9 തെങ്ങുകളാണ്. വരിയുടെ എണ്ണവും നിരയുടെ എണ്ണവും തുല്യമാണ്. ഒരു വരിയിൽ നിരയിൽ എത്ര തെങ്ങുകളുണ്ടെന്നറിയാൻ ഈ 9ന് റൂട്ട് എടുത്താൽ പോരെ മക്കളെ? 9ന് റൂട്ട് എടുക്കുമ്പോൾ 3 കിട്ടും. കണ്ടോ? അപ്പോൾ ഒരു തോട്ടത്തിൽ 3249 തെങ്ങുകൾ ഒരേ അകലത്തിൽ വരിയായി നിരയായി നട്ടിരിക്കുന്നു. വരിയുടെ നിരയുടെ എണ്ണം തുല്യമാണെങ്കിൽ ഒരു വരിയിലെ നിരയിലെ തെങ്ങുകളുടെ എണ്ണം കാണാൻ റൂട്ടല്ലേ എടുക്കണ്ടേ? ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ റൂട്ടല്ലേ എടുത്തേ. നോക്കിയേ, ഞാൻ 3 തെങ്ങുകൾ വരിയായി നിരയായി നട്ടിരിക്കുന്നു. വരിയുടെ നിരയുടെ എണ്ണം തുല്യമല്ലേ? ആകെ 9 തെങ്ങുകളല്ലേ വരുന്നേ. അപ്പോൾ ഒരു വരിയിൽ എത്ര തെങ്ങുകളുണ്ടെന്നറിയാൻ റൂട്ട് 9 എടുക്കുമ്പോഴല്ലേ മക്കളെ നമുക്ക് 3 കിട്ടുന്നത്. കണ്ടോ? ഒരു വരിയിൽ അല്ലെങ്കിൽ നിരയിൽ 3 തെങ്ങുകളല്ലേ. വേറെ എക്സാമ്പിൾ പറയാം. നോക്ക്, ഞാൻ 16 തെങ്ങുകൾ നിരയായിട്ടും വരിയായിട്ടും നടുന്നു. നിരയുടെയും വരിയുടെയും എണ്ണം തുല്യമാണ്. കണ്ടോ? 16 തെങ്ങുകൾ നിരയായിട്ടും വരിയായിട്ടും നട്ടിരിക്കുന്നു. നിരയുടെയും വരിയുടെ എണ്ണം തുല്യമാണ് എങ്കിൽ ഒരു വരിയിൽ നിരയിൽ എത്ര തെങ്ങുകളുണ്ടെന്നറിയാൻ റൂട്ട് 16 എടുത്താൽ പോരെ? റൂട്ട് 16 എടുക്കുമ്പോൾ 4 കിട്ടും. നിങ്ങൾ നോക്കിയേ, 4 അല്ലേ ഒരു വരിയിലെ അല്ലെങ്കിൽ നിരയിലെ തെങ്ങുകളുടെ എണ്ണം? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇവിടെ ഒരു വരിയിൽ നിരയിൽ എത്ര തെങ്ങുകളുണ്ടെന്നറിയാൻ 3249 റൂട്ട് എടുക്കണം. സോ എങ്ങനെയാണ് ചെയ്യുന്നത്? വലത് സൈഡിൽ നിന്ന് 2 സ്ഥാനം മാറ്റി മുറിച്ചു. 32ന് മുന്നേ ഉള്ള പൂർണ്ണവർഗം 25 5ൻ്റെയാണ്, ശരിയാണോ? 9ൽ അവസാനിക്കുന്നത് 3ൻ്റെയും 7ൻ്റെയും സ്ക്വയറാണ്. ഉത്തരം 53 57 വരാം. ഇടയ്ക്കത്തെ 55ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. 55ൻ്റെ സ്ക്വയർ 5 × 6 30 25 ശരിയല്ലേ? നമുക്കറിയാം ഇത് 32 49 അതിനേക്കാൾ വലിയ സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കണം. അതുകൊണ്ട് 57ൻ്റെ സ്ക്വയർ. അപ്പോൾ ഒരു വരിയിലെ നിരയിലെ തെങ്ങുകളുടെ എണ്ണം 57 ആയിരിക്കും. കണ്ടോ? ഇങ്ങനെയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ മക്കളെ? ആണ്. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം. റൂട്ട് ഓഫ് അല്ലേ 0.1111 എക്സെട്ര ഇൻറ്റു 0.444 എക്സെട്ര അല്ലേ? ഇതിന് തുല്യമായത് ഏത്? ഓക്കെ മക്കളെ, ഒരു സംഖ്യ മാത്രം ആവർത്തിച്ചാൽ ഇപ്പോൾ 0.111 എക്സെട്ര അല്ലേ? ഇങ്ങനെ ഒരു സംഖ്യ മാത്രം ആവർത്തിച്ചാൽ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ബൈ 9 ചെയ്യണം. ഒരു സംഖ്യ മാത്രം ആവർത്തിച്ചാൽ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ഡിവൈഡഡ് ബൈ 9 ചെയ്യണം. ഇനി 2 സംഖ്യകൾ ആവർത്തിച്ചാൽ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ഡിവൈഡഡ് ബൈ 99 ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ 0.232323 എക്സെട്ര ഇതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ 23/99 ആണ്. ഇവിടെ 1 മാത്രമല്ലേ ആവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ബൈ 9.
ഇനി ഇവിടെ നോക്കി അടുത്തത് 0.444 എക്സെട്ര അല്ലേ. അപ്പോൾ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ഡിവൈഡഡ് ബൈ 9. കണ്ടോ, ഒരു സംഖ്യ ആവർത്തിച്ചിട്ടുള്ളൂ, അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ബൈ 9. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഒരു സംഖ്യ മാത്രം ആവർത്തിച്ചാൽ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ബൈ 9. രണ്ട് സംഖ്യകൾ ആവർത്തിച്ചാൽ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ബൈ 99. മൂന്ന് സംഖ്യകൾ ആവർത്തിച്ചാൽ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ബൈ 999 ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ 0.111 എക്സെട്ര എന്നതിൻ്റെ ഭിന്നസംഖ്യാരൂപം നമുക്കറിയാം. ഞാൻ റൂട്ട് അങ്ങനെ തന്നെ ഇട്ടു. അത് 1/9 ആണ്. ഇൻറ്റു 0.444 എക്സെട്ര എന്നതിൻ്റെ ഭിന്നസംഖ്യാരൂപം 4/9 ആണ്. ശരിയല്ലേ മക്കളെ? സോ റൂട്ട് ഓഫ് നേരെ ഗുണിക്കുമ്പോൾ 1 × 4 4/9 × 9 81 അല്ലേ. റൂട്ട് 4 2 റൂട്ട് 89 എന്ന് പറഞ്ഞാൽ 9 ആണ്. 2/9 എന്ന് കിട്ടും മക്കളെ. അത് 0.222 എക്സെട്ര അല്ലേ. കാരണം ഉത്തരം 2/9 ആണ്. ഉത്തരം 2/9 ആണ്. ഇതാണ് അതിൻ്റെ ഭിന്നസംഖ്യാരൂപം. പക്ഷേ ഓപ്ഷനിൽ 2/9 എന്നല്ലല്ലോ കിടക്കുന്നത് അല്ലേ. ഓപ്ഷൻ ആ രീതിയിൽ തന്നിട്ടില്ല. അതുകൊണ്ട് 0.22 എക്സെട്ര തന്നിട്ടുണ്ട് അല്ലേ. 0.22 എക്സെട്ര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സംഖ്യ മാത്രം ആവർത്തിച്ചാൽ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ബൈ 9 ചെയ്താൽ പോരെ. അപ്പോൾ 2/9 0.222 എക്സെട്ര എന്ന് എഴുതാം. കാരണം 0.222 എക്സെട്ര എന്നതിൻ്റെ ഭിന്നസംഖ്യാരൂപം 2/9 ആണ്. സോ ഇവിടെ ആൻസർ ഏതാ മക്കളെ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കണ്ടോ, ടെക്നിക്ക് പിടി കിട്ടിയോ? മനസ്സിലായല്ലോ എങ്ങനെയാണ് വന്നതെന്ന്? സംശയമില്ലല്ലോ? ഇല്ല. അടുത്ത ചോദ്യം, നമുക്ക് എളുപ്പമുള്ള ചോദ്യം. റൂട്ട് ഓഫ് 1 + √4 + √21 + √16 അല്ലേ. റൂട്ട് 16 നമുക്കറിയാം 4, 21 + 4 25, റൂട്ട് 25 5, 4 + 5 9, റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3, 1 + 3 4, റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2. ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5 സ്ക്വയർ 25 ആയാൽ 0.5ൻ്റെ സ്ക്വയർ എത്ര? മക്കളെ 0.5ൻ്റെ സ്ക്വയർ കാണാൻ പറഞ്ഞാൽ 0.5 × 0.5 കാണുക എന്നല്ലേ അർത്ഥം. 5 × 5 25. ചോദ്യത്തിൽ 2 പോയിൻ്റ് ഉണ്ട്. ഉത്തരത്തിലേക്ക് 2 പോയിൻ്റ് ഇടുമ്പം ആൻസർ 0.25 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. കണ്ടോ, 0.5ൻ്റെ സ്ക്വയറാണ് കാണേണ്ടത്. 0.5 × 0.5. ദശാംശ സംഖ്യകൾ ഗുണിക്കാൻ ആദ്യം സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. അപ്പോൾ 25 കിട്ടി. എത്ര ദശാംശ സ്ഥാനം ആകെയുണ്ടോ അത് ഉത്തരത്തിലേക്ക് ഇടുക. 2 ദശാംശ സ്ഥാനം ആകെയുണ്ട്, ഉത്തരത്തിലേക്ക് ഇട്ടു. റൂട്ട് ഓഫ് 136 / 64 എത്ര അല്ലേ. അപ്പോൾ ഈ അകത്ത് കിടക്കുന്ന മിശ്ര ഭിന്നത്തെ ആദ്യം ഒരു വിഷമഭിന്നമാക്കി മാറ്റുക. 36/64 അല്ലേ. നമുക്കറിയാം ഇവന്മാരെ തമ്മിൽ ഗുണിക്കുക, ഇത് കൂട്ടുക. അപ്പം മുകളിൽ 100 വരും, താഴെ ഏത് വരും? 64 എന്ന് വരും. ഇനി ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 100 / 64 ശരിയല്ലേ. റൂട്ട് 100 10, റൂട്ട് 64 8, 10/8 എന്ന് വരും. ഹരിക്കുമ്പം 10ൽ 8 ഒരു തവണ, ശിഷ്ടം 2, താഴെ 8 വരും. ഈ 2/8നെ 1/4 എന്ന് എഴുതാം. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ചെയ്തതിൽ സംശയമൊന്നുമില്ലല്ലോ. അതായത് ആദ്യം ഇതൊരു മിശ്രഭിന്നമാണ്, ഞാൻ അതിനെ ഒരു വിഷമഭിന്നമാക്കി മാറ്റി. അതിനു വേണ്ടി എനിക്കറിയാം ഇവന്മാരെ തമ്മിൽ ഗുണിച്ചിട്ട് 36 കൂട്ടണം. അപ്പം 100 കിട്ടും മുകളിൽ. താഴത്തെ സംഖ്യ തന്നെ എഴുതണം 64. അതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 100/64. റൂട്ട് 100ൻ്റെ വില 10, റൂട്ട് 64ൻ്റെ വില 8. ഓക്കെ, 10/8 ഹരിക്കണം. 10ൽ 8 ഒരു തവണ, ശിഷ്ടം 2, ബാക്കി 8 താഴെ. 2/8നെ 1/4 എന്ന് ചെറുതാക്കി എഴുതാൻ പറ്റും. ഓക്കെ ആണോ? അടുത്ത ചോദ്യം. ഓക്കെ, ഇത് നമുക്ക് മിക്കപ്പോഴും കാണാറുള്ള ചോദ്യമാണ്. അവർ റൂട്ട് ഓഫ് 32/49 എത്രയാണെന്ന് തന്നിട്ടുണ്ട്. 57 ആണെന്ന് അവർ തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുവാണ് റൂട്ട് ഓഫ് 32/49 പ്ലസ് റൂട്ട് ഓഫ് 32.49 പ്ലസ് റൂട്ട് ഓഫ് 32/49 20 മൈനസ് റൂട്ട് ഓഫ്
0.3249 അല്ലേ? ഇതിൻ്റെ ഉത്തരം കാണണം മക്കളെ. 3249 57 തന്നിട്ടുണ്ട്, എന്നിട്ടാണ് ഇത് ചോദിച്ചേക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. ഇതിൻ്റെ ഉത്തരം ഓൾറെഡി നമുക്കറിയാം, 57 ശരിയല്ലേ? പ്ലസ് ഇതിൻ്റെ ഉത്തരം ഇവിടെ ചോദ്യത്തിൽ റൂട്ടിൻ്റെ അകത്ത് 2 പോയിൻ്റാണ്, ഉത്തരത്തിൽ 1 പോയിൻ്റ് ഇടണം, അപ്പോൾ 5.7 പ്ലസ് ഇവിടെ 2 0 എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പം 57 എന്നുള്ളത് 1 0 കൂടെ വരും, 570 വരും. കാരണം റൂട്ട് 3249 57, 2 0 വന്നാൽ 1 0 എടുത്താൽ മതി, 570 വരും. മൈനസ് ഇതിൻ്റെ ഉത്തരം ഇവിടെ ചോദ്യത്തിൽ 4 പോയിൻ്റ്, ഉത്തരത്തിൽ 2 പോയിൻ്റ് ഇടണം, 0.57 എന്ന് വരും അല്ലേ മക്കളെ? ഇതെല്ലാം കൂടെ കൂട്ടണം. അപ്പം 570 ഉണ്ട്, ശരിയാണോ? പിന്നെ 57 ഉണ്ട് കൂട്ടാൻ, പിന്നെ 5.7 ഉണ്ട് കൂട്ടാൻ, പിന്നെ 0.57 ഉണ്ട്, അത് കുറയ്ക്കാനാണേ. അപ്പം നമുക്ക് ആദ്യം ഇത്രയും കൂട്ടാം, ശരിയല്ലേ? ഇത്രയും കൂട്ടിയിട്ട് കുറയ്ക്കാം. അതായത് ഏതൊക്കെയാണ് കൂട്ടണ്ടേ? ഇതെല്ലാം കൂടെ കൂട്ടണം, ഇതെല്ലാം കൂടെ കൂട്ടണം, ശരിയാണോ? അതെല്ലാം കൂടെ കൂട്ടിയിട്ട് വേണം ഏത് കുറയ്ക്കാൻ? ഈ 0.57 കുറയ്ക്കാൻ. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ കൂട്ടുമ്പം ഇത് 7 വരും മക്കളെ, ഇത് 7 വരും. 0.12 2 1 ശിഷ്ടം വരും. 12 എന്ന് പറയുമ്പോൾ 1 കൂട്ടുമ്പോൾ 13, 1 കിട്ടും 6, 632.7 എന്ന് വരും. എത്ര കിട്ടും? 632.7. ക്ലിയർ ആണല്ലോ? ചെയ്തതിലൊരു സംശയമില്ലല്ലോ. അതിൽ നിന്ന് ഏത് കുറയ്ക്കണം മക്കളെ? അതിൽ നിന്ന് 0.57 കുറയ്ക്കണം, ആണോ? സോ 0.57 അതിൽ നിന്ന് കുറയ്ക്കുമ്പം നമുക്ക് എത്ര കിട്ടും? 632.13 കിട്ടും. അതായത് ഓപ്ഷൻ ബി ആണ് നമുക്ക് ഉത്തരവായിട്ട് വരുന്നത്. ചെയ്തതിൽ സംശയമൊന്നുമില്ലല്ലോ? വേറെ ഒന്നും ആലോചിക്കാനില്ല. റൂട്ട് 3249 57 തന്നിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ അവിടെ എവിടെയൊക്കെ പോയിൻ്റൊക്കെ ഇട്ട് ചോദിച്ചേക്കുക. അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കറിയാം ഇത് 57, ഇത് 5.7, കാരണം ചോദ്യത്തിൽ 2 പോയിൻ്റ്, ഉത്തരത്തിൽ 1 പോയിൻ്റ്. ഇവിടെ ഇത്രയാണ് 57, 2 0 ഉള്ളതുകൊണ്ട് 1 0 എടുത്താൽ മതി, 570. ഓക്കെ. പിന്നെ മൈനസാണ്, മൈനസ് ഇത് 4 പോയിൻ്റ്, ഉത്തരത്തിൽ 2 പോയിൻ്റ് ആണ് അല്ലേ? ഞാൻ ആദ്യം ഇത് 3 കൂടെ കൂട്ടി, ഇത് 3 കൂടെ കൂട്ടിയപ്പോൾ എനിക്ക് ഇത്രയും കിട്ടി അല്ലേ? അതിൽ നിന്ന് ഞാൻ കുറച്ചു, ഏത്? 0.57. അപ്പോൾ 632.13 കിട്ടിയ ആൻസർ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നല്ല ചോദ്യമാണേ. റൂട്ട് ഓഫ് അല്ലേ 10 ഇൻറ്റു റൂട്ട് 2⁻³ ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് 5⁻³ ഹോൾ സ്ക്വയർ. ഇതിൻ്റെ ഉത്തരമല്ലേ കാണണ്ടേ? ഓക്കെ. എപ്പോഴും ഓർക്കുക, റൂട്ടിൻ്റെ മുകളിൽ സ്ക്വയർ വന്നാലും സ്ക്വയറിൻ്റെ മുകളിൽ റൂട്ട് വന്നാലും രണ്ടും ക്യാൻസലായി പോകും. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇതുണ്ടോ? ഇത് റൂട്ടിൻ്റെ മുകളിൽ സ്ക്വയർ വന്നു, രണ്ടും ക്യാൻസലായി പോയിട്ട് എക്സ് ബാക്കി വരും. ഇവിടെ സ്ക്വയറിൻ്റെ മുകളിൽ റൂട്ട് വന്നു, രണ്ടും ക്യാൻസലായി പോയിട്ട് എക്സ് ബാക്കി വരും. ഈ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സ്ക്വയറിൻ്റെ മുകളിൽ റൂട്ട് വന്നാലും റൂട്ടിൻ്റെ മുകളിൽ സ്ക്വയർ വന്നാലും രണ്ടും ക്യാൻസലായി പോകും. അങ്ങനെയാണെങ്കിലേ മക്കളെ, ഇവിടെ സ്ക്വയറിൻ്റെ മുകളിൽ റൂട്ട് വന്നിട്ടുണ്ടല്ലോ, രണ്ടും ക്യാൻസൽ ആവണ്ടേ? ഇവിടെയും സ്ക്വയറിൻ്റെ മുകളിൽ റൂട്ട് വന്നിട്ടുണ്ടല്ലോ, രണ്ടും ക്യാൻസൽ ആവണ്ടേ? അപ്പം ഞാൻ ഒന്നും കൂടി എടുത്ത് എഴുതുവാണെങ്കിൽ ഇങ്ങനെ വരികയില്ലേ? 10 ഇൻറ്റു സ്ക്വയറും റൂട്ടും പോയാൽ 2ൻ്റെ ക്യൂബ് വരും, 2ൻ്റെ ക്യൂബ് 8 ഇൻറ്റു സ്ക്വയറും റൂട്ടും ക്യാൻസലായി 5ൻ്റെ ക്യൂബ് 125 എന്ന് വരും. കണ്ടോ? 8 ഇൻറ്റു 125 1000 റൂട്ട് 10,000 എന്ന് കിട്ടും. എല്ലാം കൂടെ റൂട്ട് 10,000 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 100 കിട്ടും. ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 100. ഒന്നുകൂടെ പറയട്ടെ? ഓക്കെ, ഒന്നുമില്ലെന്നേ. ഇത് ഈ സ്ക്വയറിൻ്റെ മുകളിലല്ലേ ഈ റൂട്ട് വന്നേക്കുന്നത്, അപ്പോൾ രണ്ടും ക്യാൻസലായിപ്പോയി. ബാക്കി 5ൻ്റെ ക്യൂബ്, അതാണ് ഈ 125 എന്ന് എഴുതിയേക്കുന്നത്. ഇവിടെ സ്ക്വയറിൻ്റെ മുകളിലല്ലേ റൂട്ട് വന്നത്, രണ്ടും ക്യാൻസലായി. ബാക്കി 2ൻ്റെ ക്യൂബ്, അതാണ് ഈ 8 എന്ന് എഴുതിയേക്കുന്നത്. ഈ 10 ഈ എഴുതിയേക്കുന്നത്. ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ 8 ഇൻറ്റു 125 1000 ആണ്. 1000 ഇൻറ്റു 10 10,000 വരും. റൂട്ട് 10,000 100 എന്ന് കിട്ടും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗമേത്? പൂർണ്ണവർഗമേതെന്നറിയാനുള്ള നിയമങ്ങളൊക്കെ നമ്മൾ പഠിച്ചേ. 2.5 ഒരു പൂർണ്ണവർഗമല്ല, കാരണം ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യയായിരിക്കണം എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നേ ഉള്ളൂ. 0.25 ഒരു പൂർണ്ണവർഗമാണ്,
കാരണം ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഇവിടെ ഇരട്ട സംഖ്യയാണ്. ദശാംശം മാറ്റുമ്പോഴുള്ള സംഖ്യ പൂർണ്ണവർഗമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചാടിക്കയറി പറയാം ഓപ്ഷൻ ബി ആണ് ഇതിൽ പൂർണ്ണവർഗം. ഓപ്ഷൻ സി അല്ല, കാരണം ഇവിടെ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യ അല്ല. ഇതുമല്ല, കാരണം ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യ അല്ല. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഓർക്കുക, ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയായിരിക്കണം, ദശാംശം മാറ്റുമ്പോൾ ഉള്ള സംഖ്യ പൂർണ്ണവർഗമായിരിക്കണം. ഇതാണ് ദശാംശ സംഖ്യകൾ പൂർണ്ണവർഗമാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള മെത്തേഡ്. ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ, ദശാംശം മാറ്റുമ്പോൾ ഉള്ള സംഖ്യ പൂർണ്ണവർഗം. അത് നോക്കുമ്പോൾ ശരിയാകുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, റൂട്ട് ഓഫ് 0.0049 കണ്ടുപിടിക്കണം. ദശാംശസംഖ്യയുടെ സ്ക്വയർ റൂട്ട് കാണാൻ ആദ്യം നോർമലി റൂട്ട് കാണാം. റൂട്ട് 49 നമുക്ക് 7 കിട്ടി. ഇവിടെ ചോദ്യത്തിൽ 4 പോയിൻറ്റ്, ഉത്തരത്തിൽ 2 പോയിൻറ്റ് ഇടണം. ആൻസർ 0.07 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൻ്റെ വില കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഇത്തരം ചോദ്യങ്ങൾ കുറേ ആയി ഇപ്പം നമ്മൾ ചെയ്യുന്നു അല്ലേ. 4 പ്ലസ് റൂട്ട് ഓഫ് 21 പ്ലസ് റൂട്ട് 13 പ്ലസ് റൂട്ട് 8 പ്ലസ് റൂട്ട് 1. റൂട്ട് 1ൻ്റെ വില 1. 8 പ്ലസ് 1 9, റൂട്ട് 9 3. 13 പ്ലസ് 3 16, റൂട്ട് 16 4. 21 പ്ലസ് 4 25, റൂട്ട് 25 5 അല്ലേ. 4 പ്ലസ് 5 9, റൂട്ട് 9 3. ഈ ചോദ്യത്തിൻ്റെ ആൻസർ 3 കിട്ടും. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, ഇവിടെ 0.026ൻ്റെ സ്ക്വയർ കാണാനാണ് ചോദ്യം. 0.026ൻ്റെ സ്ക്വയർ കാണാൻ, ദശാംശസംഖ്യയുടെ സ്ക്വയർ കാണാൻ ആദ്യം ദശാംശം മാറ്റിയിട്ട് സ്ക്വയർ കാണുക. 26ൻ്റെ സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കുക. 26ൻ്റെ സ്ക്വയർ 676 ആണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ ചോദ്യത്തിൽ 3 പോയിൻ്റ് ഉണ്ട്, ഉത്തരത്തിൽ 6 പോയിൻ്റ് ഇടണം. ചോദ്യത്തിലുള്ളതിൻ്റെ ഇരട്ടി പോയിൻ്റ് ഇടണം അല്ലേ. സോ 0.00676 എന്ന് ഉത്തരം കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 0.00676 എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഒരു സംഖ്യയോട് 1 കൂട്ടിയതിൻ്റെ വർഗ്ഗമൂലത്തിൻ്റെ വർഗ്ഗമൂലം 3 ആയാൽ സംഖ്യ എത്ര? മക്കളെ, ഒരു സംഖ്യ എക്സ് എന്നെടുത്തു അല്ലേ. ഒരു സംഖ്യ ഞാൻ എക്സ് എന്നെടുത്തു, അതിനോട് 1 കൂട്ടിയതിൻ്റെ വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട്, അതിൻ്റെ വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു സ്ക്വയർ റൂട്ട്. ഇതാണ് 3 എന്നവർ തന്നിരിക്കുന്നത്. കണ്ടോ, ഒരു സംഖ്യയോട് 1 കൂട്ടിയതിൻ്റെ വർഗ്ഗമൂലത്തിൻ്റെ വർഗ്ഗമൂലം, സ്ക്വയർ റൂട്ടിൻ്റെ സ്ക്വയർ റൂട്ട്, അത് 3 ആണ്. എങ്കിൽ സംഖ്യ എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ റൂട്ട് കളയാൻ വേണ്ടി സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്, 2 സൈഡ് സ്ക്വയർ ചെയ്യാം. ശരിയല്ലേ മക്കളെ? ഈ സൈഡ് ഞാൻ സ്ക്വയർ ചെയ്തു, ഈ സൈഡ് ഞാൻ സ്ക്വയർ ചെയ്തു അല്ലേ. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ക്വയറും റൂട്ടും. ദേ ഒരു റൂട്ടും ഒരു സ്ക്വയറും മുകളിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വന്നാൽ രണ്ടും ക്യാൻസലാകും. അപ്പോൾ ഇവിടെ ബാക്കി റൂട്ട് ഓഫ് x+1 അവശേഷിക്കും. ഇവിടെ 3ൻ്റെ സ്ക്വയർ 9 അവശേഷിക്കും. ഇനിയും റൂട്ട് ഉണ്ടല്ലോ, അത് കളയാൻ വീണ്ടും സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സ്ക്വയർ ചെയ്തു. അപ്പോൾ ഇത് ഓൾ സ്ക്വയർ ഇവിടെയും ചെയ്തു, ഓൾ സ്ക്വയർ ഇവിടെയും ചെയ്തു. ശരിയല്ലേ? അപ്പോൾ വീണ്ടും ഈ റൂട്ടും ഈ സ്ക്വയറും കൂടെ ക്യാൻസലായി പോകും. ബാക്കി x+1 വരും. ഇവിടെ 9ൻ്റെ സ്ക്വയർ 81 വരും. അപ്പോൾ x+1 81 ആണെങ്കിൽ x = 81 - 1 80 എന്ന് കിട്ടും. ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കുഞ്ഞുങ്ങളെ, 80. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൂട്ട് ഓഫ് 1 + 3 + 5 + 7 എക്സെട്ര അപ് ടു 101ൻ്റെ വില. നമ്മളിത് കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ അകത്ത് കിടക്കുന്നത് ഒറ്റ സംഖ്യകളുടെ തുകയാണ്. ഒറ്റ സംഖ്യകളുടെ തുക 101 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക, 101 വരെയുള്ള അല്ലേ, 101 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണിത്. ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n² അല്ലേ മക്കളെ. ഒറ്റ സംഖ്യകളുടെ തുക n², ഇരട്ട സംഖ്യകളുടെ തുക n × n+1 അല്ലേ. ഒറ്റ സംഖ്യകളുടെ തുക n² ആണ്. അപ്പോൾ 101 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ n² ചെയ്യണം. ഇവിടെ n എന്ന് പറഞ്ഞാൽ 101 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ടെന്ന് നോക്കണം. ഇങ്ങനെ ആലോചിച്ചേ, 100 വരെ 50 ഒറ്റ സംഖ്യകളും 50 ഇരട്ട സംഖ്യകളും അല്ലേ ഉള്ളത്. അപ്പം 101 വരെ 50
51 ഒറ്റ സംഖ്യകളില്ലേ? 100 വരെ 50 ഒറ്റ, 50 ഇരട്ട, 101 വരെ 51 ഒറ്റ സംഖ്യകളുണ്ട്. അപ്പോൾ എന്നിൻ്റെ വില, സംഖ്യകളുടെ എണ്ണമാണ് എന്നിൻ്റെ വില 51 51ൻ്റെ സ്ക്വയർ എന്ന് വരും തുകയുടെ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? 101 വരെയുള്ള ഒറ്റസംഖ്യകളാണ് മക്കളെ. 101 വരെ 51 ഒറ്റസംഖ്യകളുണ്ട്. അപ്പം 101 വരെയുള്ള ഒറ്റസംഖ്യകൾ തുക കാണാൻ 51ൻ്റെ സ്ക്വയർ കാണണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ √51ൻ്റെ സ്ക്വയർ എന്ന് വരും. നമ്മൾ പഠിച്ചു സ്ക്വയറും റൂട്ടും. സ്ക്വയറിൻ്റെ മുകളിൽ റൂട്ട് വന്നാലും റൂട്ടിൻ്റെ മുകളിൽ സ്ക്വയർ വന്നാലും രണ്ടും ക്യാൻസലായി പോകും. സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 51 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് കുഞ്ഞുങ്ങളെ കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. യെസ്, കുറച്ച് നല്ല ചോദ്യമാണ്. ഓക്കെ, √30 2/5 പ്ലസ് 23 3/10 യെസ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് സ്ഥാനത്ത് എക്സ് എന്നങ്ങ് കൊടുക്കാവേ ഈക്വൽ ടു 2√2 ഹോൾ സ്ക്വയർ ആണല്ലോ. ഈ 2√2 ഹോൾ സ്ക്വയർ ആദ്യം അങ്ങ് കണ്ടുപിടിച്ചാലോ നമുക്ക്, അല്ലേ? 2√2 ഹോൾ സ്ക്വയർ ആദ്യം അങ്ങ് കണ്ടുപിടിക്കാം. അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4, √2ൻ്റെ സ്ക്വയർ 2. അപ്പോൾ ഇതിൻ്റെ വില 8 2ൻ്റെ സ്ക്വയർ, ഈ സ്ക്വയർ 2നും ബാധകമാണ്, അല്ലേ? അപ്പോൾ ഈ 2ൻ്റെ സ്ക്വയർ 4, √2ൻ്റെ സ്ക്വയർ 2, അപ്പോൾ 8 കിട്ടും. ഓക്കെ, ഇനി ഞാൻ സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്. അപ്പോൾ 2 സൈഡ് സ്ക്വയർ ചെയ്യുക. എന്തിനാണെന്നറിയാവോ? ഈ റൂട്ട് കളയണമെങ്കിൽ സ്ക്വയർ ചെയ്യണം, അല്ലേ? 2 സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ ഇങ്ങനെ വരികയല്ലേ മക്കളെ, 30 ഇങ്ങനെ വരുവേ. √30 2/5 പ്ലസ് 23 3/10 പ്ലസ് എക്സ് ഈക്വൽ ടു 8 എന്നാണ് നിലവിൽ കിടക്കുന്നത്. 2 സൈഡ് സ്ക്വയർ ചെയ്യുമ്പം ഇവിടെ സ്ക്വയർ ചെയ്തു, ഇവിടെ സ്ക്വയർ ചെയ്തു. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് ക്യാൻസലായി പോയി അല്ലേ? ബാക്കി 30 2/5 പ്ലസ് 23 3/10 പ്ലസ് എക്സ് ഈക്വൽ ടു 8ൻ്റെ സ്ക്വയർ 64 എന്ന് വരും. എക്സ് കാണാൻ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന എല്ലാം റൈറ്റ് സൈഡിലേക്ക് പോകും. എക്സ് ഈക്വൽ ടു 64 മൈനസ് 30 2/5 മൈനസ് 23 3/10 എന്ന് വരും, അല്ലേ? ഇനി പൂർണ്ണസംഖ്യകളെല്ലാം ഒരുമിച്ച് എഴുതുമ്പോൾ 64 മൈനസ് 30 മൈനസ് 23 വരും. ഭിന്നസംഖ്യകളെല്ലാം ഒരുമിച്ച് എഴുതുമ്പോൾ മൈനസ് 2/5, 2/5ന് ചിഹ്നം മൈനസ് ആണ്, മൈനസ് 3/10 എന്ന് വരും. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ ചെയ്യുമ്പം 64ൽ നിന്ന് 30 കുറച്ചാൽ 34ൽ നിന്ന് 23 കുറച്ചാൽ 11 വരും. 11 മൈനസ് 2/5 മൈനസ് 3/10 എന്ന് വരും. ഇതാണ് സോൾവ് ചെയ്യേണ്ടത്, അല്ലേ മക്കളെ? ഞാൻ ഇനി ചെയ്യുന്നത് ഈ 11ൻ്റെ താഴെ ഒരു ഒന്നും കൂടി ഇട്ടാൽ ഇതെല്ലാം ഭിന്നസംഖ്യകളാകുമല്ലോ. ഭിന്നസംഖ്യകളെല്ലാം കൂടെ കുറയ്ക്കാൻ നമുക്കറിയാം താഴെ കിടക്കുന്നതിൻ്റെ എല്ലാം LCM കാണണം. അതെത്രയാണ് മക്കളെ? 10 കൊണ്ട് ഓരോന്നിനെയും ഗുണിക്കണം. 10 കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പം 110 മൈനസ് 10 കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പം 4 മൈനസ് 10 കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പോൾ 3. ശരിയാണോ? എത്ര കിട്ടും നമുക്ക്? 103/10 എന്ന് കിട്ടും. 103/10നെ മിശ്രഭിന്നമാക്കി എഴുതുമ്പം 103ൽ 10 തവണ, ബാക്കി ശിഷ്ടം 3/10 3/10 എന്ന് കിട്ടും. 3/10 ആൻസർ ഓപ്ഷൻ എ ആണ് മക്കളെ കറക്റ്റായിട്ട് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതും അതേ പാറ്റേൺ ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൽ ആക്ച്വലി ഈ ഭാഗമില്ല, ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ്, ചെറിയൊരു മിസ്റ്റേക്ക്. ഓക്കെ, ഇങ്ങനെയാണ് ചോദ്യം. കണ്ടോ? സെയിം പാറ്റേൺ ചോദ്യമാണ്. ചോദ്യം ഇതാണ് കേട്ടോ. ഓക്കെ, ചെയ്യാം നമുക്ക്. മുന്നേ ചെയ്ത അതേ ചോദ്യം, അത് അടുത്തടുത്ത എക്സാമുകൾക്ക് ഒരേപോലെ വന്നേക്കുന്നത് കണ്ടോ? ചെറിയ വ്യത്യാസം സംഖ്യകൾക്ക് മാത്രം. ചെയ്ത് നോക്കാം, നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ വില ഒന്ന് കണ്ടുപിടിച്ചേ. ഇതിൻ്റെ വില 2ൻ്റെ സ്ക്വയർ 4, √2 സ്ക്വയർ 2, അതിൻ്റെ വില 8 അപ്പം ഒന്നുകൂടെ എടുത്ത് എഴുതുവാണെങ്കിൽ √20 2/5 പ്ലസ് 30 3/10 പ്ലസ് എക്സ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. അത് മനസ്സിലായല്ലോ? 2 √2ൻ്റെ സ്ക്വയർ കണ്ടു. 2ൻ്റെ സ്ക്വയർ 4, √2ൻ്റെ സ്ക്വയർ 2, 4ൻ്റെ 2 8 എന്ന് കിട്ടി. ഇനി സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്. ഈ സൈഡ് സ്ക്വയർ ചെയ്തു, ഈ സൈഡ് സ്ക്വയർ ചെയ്തു. റൂട്ട് കളയാനത്. റൂട്ട് പോയി കഴിയുമ്പം 20 2/5 പ്ലസ് 30 3/10 പ്ലസ് എക്സ് ഈക്വൽ ടു 8ൻ്റെ സ്ക്വയർ 64 എന്ന് വരും.
അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാമല്ലോ മക്കളെ. എക്സ് കാണാൻ 64 മൈനസ് 20 2/5 മൈനസ് 30 3/10 കിട്ടും. സോൾവ് ചെയ്യുമ്പം പൂർണ്ണസംഖ്യകൾ ഒരുമിച്ച് എഴുതുമ്പോൾ 64 മൈനസ് 20 മൈനസ് 30 വരും അല്ലേ. ഇനി ഭിന്നസംഖ്യകൾ ഒരുമിച്ച് എഴുതുമ്പോൾ -2/5 മൈനസ് 3/10 വരും. ശരിയല്ലേ? ഇതെല്ലാം കൂടെ ചെയ്യാമല്ലോ മക്കളെ. അപ്പം 64 മൈനസ് 20 44 മൈനസ് 30 14 വരും അല്ലേ. -2/5 മൈനസ് 3/10 വരും. ഇത് ബൈ 1 ഇട്ടാൽ എല്ലാം ഭിന്നസംഖ്യയായി. അപ്പോൾ എൽ സി എം കാണുമ്പോൾ താഴത്തേൻ്റെ എല്ലാം എൽ സി എം 10 10 കൊണ്ട് ഓരോന്നിനെയും ഗുണിക്കുമ്പോൾ 140 മൈനസ് 4 മൈനസ് 3 വരും അല്ലേ. അതായത് 133/10 വരും. ഇതിനെ മിശ്രഭിന്നമാക്കുമ്പം 133-ൽ 10 13 തവണയുണ്ട്. ബാക്കി ശിഷ്ടം 3/10 വരും. അതായത് 13ഉം 3/10 ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ പാറ്റേൺ ചോദ്യം അടുത്തടുത്ത പരീക്ഷകൾക്ക് വന്നത് കണ്ടോ? ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, റൂട്ട് 16 എസ് പ്ലസ് 4 സ്ക്വയർ ഈക്വൽ ടു കെ ആണെങ്കിൽ കെയുടെ വില. റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 4 സ്ക്വയർ 16 ഈക്വൽ ടു കെ എന്ന് കിട്ടും. അപ്പോൾ 20 കിട്ടും കെയുടെ വില. കെയുടെ വില 20 കിട്ടും. സിമ്പിളാണേ. അടുത്ത ചോദ്യം. ഇത് നല്ലൊരു ചോദ്യമാണ്. LSGA സെക്രട്ടറിക്ക് ചോദിച്ചതാണ്. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോ. 25 റൂട്ട് 5 ഓൾ റേസ് ടു എക്സ് ഈക്വൽ ടു, ഇവിടെ പ്ലസ് ആട്ടോ മക്കളെ, ഇവിടെ പ്ലസ് ആണ്, എസ് പ്ലസ് ആണ് കേട്ടോ. ഓക്കെ, ക്യൂബ് റൂട്ട് ഓഫ് 5 ഓൾ റേസ് ടു എക്സ് പ്ലസ് 1. ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ. ഈ 25-നെ ഞാൻ 5 സ്ക്വയർന്ന് എഴുതി, കുഴപ്പമില്ലല്ലോ. ഇൻറ്റു റൂട്ട് 5-നെ 5 റേസ് ടു 1/2 എന്ന് എഴുതി. കാരണം റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1/2 എന്ന അർത്ഥം അല്ലേ. റൂട്ട് എക്സിൻ്റെ അർത്ഥം എന്താ? എക്സ് റേസ് ടു 1/2. റൂട്ടിൻ്റെ അർത്ഥം റേസ് ടു 1/2 എന്ന്. ഓക്കെ, അപ്പം 25-നെ 5 സ്ക്വയർന്നും റൂട്ട് 5-നെ 5 റേസ് ടു 1/2 എന്ന് എഴുതി. ഓൾ റേസ് ടു ആരുണ്ട് മുകളിൽ? എക്സ് ഉണ്ട്. ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് എക്സ്. ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ് റേസ് ടു 1/3 എന്നാണ്. അപ്പം 5-ന് റൂട്ട് ഇങ്ങനെ എഴുതാമല്ലേ, 5 റേസ് ടു 1/3 എന്ന്. കാരണം ക്യൂബ് റൂട്ട് ഓഫ് 5 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് എക്സ് റേസ് ടു 1/3. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 5 റേസ് ടു 1/3. ഓൾ റേസ് ടു എക്സ് പ്ലസ് 1 വരും. ഇത്ര ഓക്കെ അല്ലേ മക്കളെ? ഇനി നമ്മൾ ആദ്യം ഇതങ്ങ് ചെയ്യുക. ഇതുണ്ടോ? നമുക്കറിയാം എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ, എ റേസ് ടു എം പ്ലസ് എൻ അല്ലേ, തമ്മിൽ കൂട്ടുമല്ലേ ചെയ്യണ്ടേ. അപ്പോൾ അതിൻ്റെ ഉത്തരം 5 റേസ് ടു 2 പ്ലസ് 1/2 5/2 എന്ന് വരും. 2 ആരെയും കൂടെ കൂട്ടിയാൽ 2.5, അത് 5/2 അല്ലേ. ഓക്കെ, ഓൾ റേസ് ടു എക്സ് അതേപടി ഇട്ടു. ഇവിടെ നമുക്കറിയാം മക്കളെ, ഇങ്ങനെ നോക്കിയേ, ഇത് നോക്കിയേ, എ റേസ് ടു എം ഓൾ റേസ് ടു എൻ റൂളല്ലേ. ഇത് പവറിൻ്റെ മുകളിൽ പവർ വന്നേക്കുമല്ലേ. അങ്ങനെ വരുമ്പോൾ രണ്ടും കൂടെ ഗുണിക്കണം എന്നാണ് പഠിച്ചേക്കണേ, ആണോ? അപ്പോൾ 5 റേസ് ടു എങ്ങനെ വരും? 5 റേസ് ടു 1/3 ഇൻറ്റു എക്സ് പ്ലസ് 1. അപ്പോൾ എക്സ് പ്ലസ് 1/3 എന്ന് കിട്ടും. കണ്ടോ? ഇനി ഇവിടെയും അതേ റൂൾ അപ്ലൈ ചെയ്തു. എ റേസ് ടു എം ഓൾ റേസ് ടു എൻ ഇങ്ങനെ വന്നാൽ ഇവന്മാരെ തമ്മിൽ ഗുണിക്കണം, ആണോ? അപ്പോൾ 5 റേസ് ടു 5x/2 എന്ന് വരും മുകളിൽ. ഇവിടെ 5 റേസ് ടു എക്സ് പ്ലസ് 1/3 എന്ന് വരും. കണ്ടോ? താഴ്വശം രണ്ടും ഒരേപോലെയാണ്. അങ്ങനെയാണെങ്കിൽ മുകൾ വശം രണ്ടും തുല്യമായിരിക്കണം, എന്നാലേ ഇത് ഈക്വൽ ആവത്തുള്ളൂ. ശരിയല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? 5x/2 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1/3 എന്ന് വരും. ഈ 3 ഇങ്ങോട്ടും ഈ 5 ഇങ്ങോട്ടും ഗുണിക്കും. അപ്പോൾ 15x ഈസ് ഈക്വൽ ടു 2 ഗുണിക്കുമ്പോൾ 2x പ്ലസ് 2 എന്ന് വരും. കണ്ടോ? എക്സ് പ്ലസ് 1 ഇൻറ്റു 2 2x പ്ലസ് 2 എന്ന് വരും. ഇതിങ്ങോട്ട് വരുമ്പോൾ 13x എന്നാകും. ഈക്വൽ ടു 2 വരും. എക്സ് ഈക്വൽ ടു 2/13 എന്ന് കിട്ടും. ഒരു വലിയ ചോദ്യമായിരുന്നു. സോ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. കണ്ടോ? ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കണം അതിൽ. അപ്പോൾ ആ റൂളുകളൊക്കെ ഒന്ന് പറഞ്ഞിരിക്കണം. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1/2 ആണ്. അതുപോലെ
ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1/3 ആണ്. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ ആണ്. അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തത്. ഇതുണ്ടോ, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. രണ്ടും ആരെയും കൂടെ കൂട്ടുമ്പോഴാണ് 5/2 കിട്ടണേ കേട്ടോ. ഇനി പവറിൻ്റെ മുകളിൽ പവർ വന്നാൽ ഗുണിക്കണം. അതാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. ഇത് പവർ, അത് അതിൻ്റെ മുകളിലത്തെ പവർ, ഇങ്ങനെ വന്ന് ഇവന്മാരെ ഗുണിക്കണം. അതാണ് ഈ ചെയ്തേക്കണേ. ഇവിടെ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. പവറിൻ്റെ മുകളിൽ പവർ വന്നു, അപ്പോൾ ഇവന്മാരെ ഗുണിച്ചു. കണ്ടോ? ഇനി ഇതുണ്ടോ നിങ്ങളെ, ഇവിടെ ബേസ് ഒരേപോലെയല്ലേ, അപ്പോൾ പവർ ഒരേപോലെ ആവണ്ടേ, എന്നാലല്ലേ ഇത് രണ്ടും ഈക്വൽ ആവത്തുള്ളൂ. അതുകൊണ്ട് ഇവന്മാരെ മാത്രമായിട്ട് ഇക്വേറ്റ് ചെയ്തു. 5x/2 x+1/3 തുല്യം. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് എഴുതി. 3 കൊണ്ട് 5x ഗുണിച്ചു, 2 കൊണ്ട് x+1 ഗുണിച്ചു. ഇവനിങ്ങോട്ട് മാറ്റിയാൽ 13x = 2x = 2/30 കിട്ടും കേട്ടോ. വലിയ ചോദ്യമായിരുന്നേ. എസ് മക്കളെ, അടുത്തൊരു ചോദ്യം എളുപ്പമുള്ള ചോദ്യമാണ്. √(x/221) = 2 എന്ന് കിട്ടി അല്ലേ. നമുക്കറിയാം ഈ റൂട്ട് കളയാൻ സ്ക്വയർ ചെയ്യണം. ഇവിടെയും സ്ക്വയർ ചെയ്തു, ഇവിടെയും സ്ക്വയർ ചെയ്തു അല്ലേ. അപ്പോൾ ബാക്കി ഇവിടെ x/221 = 4 എന്ന് കിട്ടും. എക്സ് കാണാൻ 221 × 4 എന്ന് കിട്ടും. ആൻസർ 484 എന്ന് കിട്ടും അല്ലേ.